ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷകാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 35-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദശമസ്കന്ധം 35-ാം അധ്യായം ഗോപികായുഗളഗീതം എന്നുള്ളതാണ് വിഷയം. രാസക്രീഡാനന്തരം ഗോപികമാരുടെ ഹൃദയത്തെ പൂർണ്ണമായി ഭഗവാൻ തന്നിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്കൊരിക്കലും ഭഗവാനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം സാധ്യമല്ലാത്ത രീതിയിൽ അവരുടെ ഓരോ നിമിഷവും ഓരോ ശ്വാസവും ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ്. അപ്പോൾ പകൽ സമയങ്ങളിൽ ഭഗവാൻ പഴയതുപോലെ തന്നെ ഗോപകുമാരന്മാരുമായി പശുക്കളെ മേയ്ക്കാനായിട്ട് പോകുന്നതായിട്ടുള്ള ആ സമയത്ത് ഗോപികമാർ ഭഗവാനെ സ്മരിക്കുന്ന, ഭഗവാനെക്കുറിച്ചിട്ടുള്ള അവരുടെ വിരഹതാപം പ്രകാശിപ്പിക്കുന്ന ആ ഭഗവാന്റെ കാട്ടിലെ വേണുഗാനവും മറ്റ് ലീലാവിലാസങ്ങളും വൃന്ദാവനത്തിലെ പ്രകൃതി മുഴുവനും ഭഗവാന്റെ ആ വേണുഗാനത്തിലും ഭഗവാന്റെ രൂപസൗന്ദര്യത്തിലും ഭഗവാന്റെ ലീലകളിലും മോഹിച്ച് സ്തബ്ധരായിരിക്കുന്ന ഒരു അവസ്ഥയെയാണ് വീണ്ടും വർണ്ണിക്കുന്നത്. 21-ാം അധ്യായത്തിൽ വേണുഗാനം വർണ്ണിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു തുടർച്ച പോലെയുള്ളതായിട്ടുള്ള ഒരു വർണ്ണനയാണ് ഈ യുഗളഗീതത്തിൽ. യുഗളഗീതം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ച് പറഞ്ഞു. രണ്ട് ശ്ലോകങ്ങൾ ചേരുമ്പോഴാണ് ഒരാശയം പൂർണ്ണമാകുന്നത്. അപ്പോൾ 2 ശ്ലോകങ്ങളിലൂടെ ഒരു ആശയം, യുഗള ശ്ലോകങ്ങളിലൂടെ ഒരു സന്ദർഭത്തെ ഓരോ ഗോപികളും വർണ്ണിക്കുന്നതാണ് ഇവിടെ യുഗളഗീതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ശ്ലോകങ്ങൾ വീതമേ അന്വയിക്കാൻ പറ്റുള്ളൂ. ഒരു ശ്ലോകം പറഞ്ഞ് അത് അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ആശയ പൂർത്തീകരണം വരുന്നത്. അങ്ങനെ 2 ശ്ലോകങ്ങൾ വീതം ഒരാശയം അവതരിപ്പിക്കുന്നതിനെയാണ് ഇവിടെ യുഗളഗീതം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം വായിക്കാം. ചെറിയൊരു അധ്യായമാണ്, 25 ശ്ലോകങ്ങളേ ഉള്ളൂ.
അതിമനോഹരമായിട്ടുള്ളൊരു വൃത്തത്തിലാണ് ഇതിൻ്റെ അവതരണം. നമുക്ക് വായിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചത്രിംശത്തമോऽധ്യായः. ശ്രീശുക ഉവാച ഗോപ്യഃ കൃഷ്ണേ വനം യാതേ തമനുദ്രുതചേതസഃ കൃഷ്ണലീലാഃ പ്രഗായന്ത്യോ നിന്യുർദുഃഖേന വാസരാൻ. ഗോപ്യ ഊജുഃ വാമബാഹുകൃതവാമകപോലോ വൽഗിതബ്രുരദരാർപ്പിതവേണും കോമളാംഗുലിഭിരാശ്രിതമാർഗം ഗോപ്യ ഈരയതി യത്ര മുകുന്ദഃ. വ്യോമയാനവനിതാ സഹ സിദ്ധൈഃ വിസ്മിതാസ്തതുപധാര്യ സലജ്ജാഃ കാമമാർഗണസമർപ്പിതചിത്താഃ കശ്മലം ജയുരപസ്മൃതനിവ്യഃ. ഹന്തചിത്രമബലാശൃണുതേദം ഹാരഹാസൗരസി സ്ഥിരവിദ്യുത് നന്ദസൂനുരയമാർത്തജനാനാം നർമ്മദോ യർഹി കൂജിതവേണുഃ. വൃന്ദശോ വ്രജവൃഷാ മൃഗഗാവോ വേണുവാദ്യഹൃതചേതസ ആരാത് ദന്തദഷ്ടകബളാ ധൃതകർണാഃ നിദ്രിതാ ലിഖിതചിത്രമിവാസन्. ബർഹിണസ്തപകധാതുപലാശൈഃ ബദ്ധമല്ലപരിബർഹവിഡംബഃ കർഹിചിത്സബല ആളിസഗോപൈഃ ഗാസമാഹ്വയതി യത്ര മുകുന്ദഃ. തർഹി ഭഗ്നഗതയഃ സരിതോ വൈ തൽപഗാംബുജരജോനിലനീതം സ്പൃഹയതീർവയമിവാ ബഹുപുണ്യാഃ പ്രേമവേപിതഭുജാസ്തിമിതാപഃ. അനുചരൈः സമനുവർണിതവീര്യഃ ആദിപൂരുഷൈവാചലഭൂതിഃ വനചരോ ഗിരിതടേഷു ചരന്തീഃ വേണുനാഹ്വയതി ഗാസയദാഹി. വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യൈവ പുഷ്പബലാഢ്യാഃ പ്രണതഭാരവിടപാമധുധാരാഃ പ്രേമഹൃഷ്ടതനവ സസൃജുസ്മ. ദർശനീയതിലകോ വനമാലാ ദിവ്യഗന്ധതുളസീ മധുമത്വൈഃ അളികുലൈരലഘുഗീതമഭീഷ്ടം ആദ്രിയൻ യർഹി സന്ദിതവേണുഃ. സരസി സാരസഹംസ വിഹംഗാ ചാരുഗീതഹൃതചേതസയേത്യ ഹരിമുപാസത തേ യദചിത്താ ഹന്തമീലിതദൃശോ ധൃതമൗനാഃ. സഹ ബലസ്രഗവദം സവിലാസഃ സാനുഷുക്ഷിതിമൃദോ വ്രജദേവ്യഃ ഹർഷയൻ യർഹി വേണുരവേണ ജാതഹർഷ ഉപരംഭതി വിശ്വം. മഹദതിക്രമണ ശങ്കിതചേതാ മന്ദമന്ദമനുഗർജതി മേഘഃ സുഹൃദമഭ്യവർഷത്സു മനോഭിഃ ഛായയാ ച വിദധത്പദപ്രദപത്രം. വിവിധഗോപചരണേഷു വിദഗ്ധോ വേണുവാദ്യ ഉരുധാ നിജശിക്ഷാഃ തവ സുതഃ സതി യദാധരബിംബേ ദത്തവേണുരനയത്സ്വരജാതീഃ. സവനശസ്തദുപദാര്യ സുരേശാഃ തദുപധാര്യ സുരേശാഃ ശക്രസർവപരമേഷ്ടി പുരോഗാഃ
കവയ ആനതകന്ദരചിത്താഃ കശ്മലം യയുരനിശ്ചിതതത്വാഃ നിജപദാബ്ജദളൈർധ്വജവജ്രനീരജാങ്കുശവിചിത്രലലാമൈഃ വ്രജഭുവഃ ശമയൻ ഖുരബോധം വർഷ്മദുര്യഗതിരീഡിതവേണുഃ വ്രജതി തേന വയം സവിലാസവീക്ഷണാർപ്പിതമനോഭവവേഗാഃ കുജഗതിം ഗമിതാന വിദാമഃ കശ്മലേന കബരം വസനം വാ മണിധര ക്വചിദാഗണയൻ മാലയാ ദയിതഗന്ധതുളസ്യാഃ പ്രണയിനോനുചരസ്യ കദാംസേ പ്രക്ഷിപൻ ഭുജമഗായത യത്ര ക്വണിതവേണുരവവഞ്ചിതചിത്താഃ കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യഃ ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപികാ ഇവ വിമുക്തഗൃഹാശാഃ കുന്ദകാമകൃതകൗതുകവേഷോ ഗോപഗോധനവൃതോ യമുനായാം നന്ദസൂരുനനഗേ തവ വത്സോ നർമ്മദഃ പ്രണയിനാം വിജഹാര മന്ദവായുരുപവാത്യനുകൂലം മാനയൻ മലയജസ്പർശേന വന്ദിനസ്തമുപദേവഗണായേ വാദ്യഗീതബലിഭിഃ പരിവവ്രുഃ വത്സലോ വ്രജഗവാം യദഗദ്രോ വന്ദ്യമാനചരണഃ പതിവൃദ്ധൈഃ കൃഷ്ണഗോദനമുപോഹ്യ ദിനാന്തേ ഗീതവേണുരനുഗേഡിതകീർത്തിഃ ഉത്സവം ശ്രമരുചാപി ദൃശീനാം ഉന്നയൻ ഖുരരജശ്ചുരിതസ്രക് ദിൽസയൈതി സുഹൃദാശിഷയേഷഃ ദേവകീ ജഡരഭൂരുഡുരാജഃ മദവിഘൂർണിതലോചനൈഷത് മാനദസ്വസുഹൃദാം വനമാലി ബദരപാണ്ഡുവദനോ മൃദുഗന്ധം ഗണ്ഡം മണ്ഡയൻ കനകകുണ്ടലലക്ഷ്മ്യാം യദുപതിർദ്വിരദരാജവിഹാരോ യാമിനീപതിരിവൈഷദിനാന്തേ മുദിതവക്ത്ര ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം. ശ്രീശുക ഉവാച ഏവം വ്രജസ്ത്രിയോ രാജൻ കൃഷ്ണലീലാനുഗായതീഃ രേമിരേഹ സുതച്ഛിത്താഃ തന്മനസ്കാ മഹോദയാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വൃന്ദാവനക്രീഡായാം ഗോപീയുഗളഗീതം നാമ പഞ്ചത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഓം. ഇനിയും ചുമ നല്ലോണം മാറിയിട്ടൊന്നുമില്ല. ശബ്ദവും തിരിച്ച് കിട്ടിയിട്ടില്ല, പഴയ ശബ്ദം ആയിട്ടില്ല. എങ്കിലും മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം.
എന്ന് പറയും പോലെ ഇന്നലെ ശ്രീ പത്മനാഭസ്വാമിയുടെ സവിധത്തിലായിരുന്നു. രാവിലെ ഒരു 3 ആവർത്തി വിഷ്ണു സഹസ്രനാമം അവർ പതിവായി ജപിക്കുന്ന കൂട്ടത്തിൽ ജപിച്ച് സമർപ്പിച്ചു. വൈകുന്നേരം പൊതുപരിപാടിയായിട്ടുള്ള, അല്ലെങ്കിൽ വൈകുന്നേരമാണ് കൂടുതൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ക്ഷേത്രത്തിനകത്ത് 2000-ഓളം ആളുകളുണ്ടായിരുന്നു. വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ തന്നെ സ്വയം താല്പര്യപ്പെട്ട് വന്നു ചേർന്നവരാണ്. 3 ആവർത്തി സഹസ്രനാമം പാരായണം ചെയ്ത് സമർപ്പിച്ചു. നല്ല ഭീഷ്മാഷ്ടമി, ഭീഷ്മന് മുക്തി ലഭിച്ച ദിവസം, ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭീഷ്മർ തൻ്റെ ദേഹം വെടിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ആ ദിവസം പത്മനാഭ സവിധത്തിൽ പല പ്രാവശ്യം, മൊത്തം നല്ല 7 പ്രാവശ്യം സഹസ്രനാമം ചൊല്ലി. 3 പ്രാവശ്യം അകത്തും പിന്നെ പുറത്ത് സ്റ്റേജ് വേദി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു സമർപ്പണത്തിനായിക്കൊണ്ട്. അവിടെ വെച്ചൊരു പ്രാവശ്യം, ഇന്നലെ 7 പ്രാവശ്യം ഭഗവാന്റെ മുമ്പിൽ സമർപ്പണം ചെയ്തു. അപ്പോൾ പറഞ്ഞ പോലെ മൂകം കരോതി വാചാലം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് വിടാതെ ചൊല്ലാൻ സാധിച്ചു. പഴയ ശബ്ദത്തിലൊന്നുമല്ല, എങ്കിലും ഉള്ള ശബ്ദത്തിൽ. ഇന്നലെയൊക്കെ ഈ നേരത്തെ അവിടെയാണ്, ഇന്ന് രാവിലെയാണ് തിരിച്ചെത്തിയത്. നമുക്ക് ഭഗവാന്റെ മാഹാത്മ്യ കഥകൾ, ഗോപികമാരുടെ ഭക്തിയുടെ കഥകൾ തുടരാം. കഴിഞ്ഞ അധ്യായം അവസാന ഭാഗം കണ്ടത് ശംഖചൂടൻ എന്ന ധനദാനുകൻ അഥവാ ഒരു യക്ഷ പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വധം എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ ലീല, ഗോപികമാരെ രക്ഷിക്കാനും അതുപോലെ തന്നെ ആ മറ്റേ ശംഖചൂടൻ്റെ ശിരസിലുള്ള ഒരു രത്നം ചൂടാമണി അത് അപഹരിച്ച് ശിരസോടുകൂടി മുറിച്ചെടുത്ത് ബലരാമസ്വാമിക്ക് സമ്മാനമായിട്ട് ആ ചൂടാമണിയെ നൽകിയതുവരയ്ക്കുള്ള കഥയാണ് നമ്മൾ കണ്ടത്. ഇതിനു മുമ്പ് സുദർശന മോക്ഷം എന്നുള്ള ഭാഗവും കണ്ടു. അപ്പോൾ ഗന്ധർവന്മാരെയും യക്ഷന്മാരെയും ഒക്കെ ഭഗവാൻ ജയിക്കുന്ന കഥകൾ കൂടിയായിരുന്നു അത്. ഇനി ഈ 35-ാം ശ്ലോകത്തിൽ വീണ്ടും നമ്മുടെ ഗോപികമാരുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള ആ പ്രേമഭാവം, അതിൻ്റെ ഒരു ഔന്നത്യത്തിൽ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ധ്യാനാത്മകങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഗോപികമാർ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട്, വെച്ചാൽ ഒരു ധ്യാനഭാവമാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു, വനത്തിൽ പശുക്കളെ മേയ്ക്കാൻ പോയതായിട്ടുള്ള ഭഗവാൻ ഏത് ആകൃതിയിലാണ്, ഏത് വേഷങ്ങളൊക്കെയാണ് അണിഞ്ഞിരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ ഗോകുലത്തിൽ ഇരുന്നു കൊണ്ട് ഗോപികമാർ അവരുടെ മനസ്സുകൊണ്ട് ധ്യാനാത്മകമായി ദർശിക്കുകയാണ്. അവർ ധ്യാനിക്കുന്ന ആ ഭഗവാനെ അവരുടെ മുഖത്തു നിന്ന് ധ്യാനാത്മകങ്ങളായ ശ്ലോകങ്ങളിലൂടെ നമുക്കും പകർന്നു തരികയാണ്. അപ്പോൾ നമുക്കും ഈ ഗോപികാഗീതം, യുഗളഗീതം അത് വേണ്ടതുപോലെ ആസ്വദിച്ചതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ഇത് വായിക്കുമ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിന് തുല്യമാണ്. ആ ധ്യാനത്തിലൂടെ ഹൃദയത്തിൽ ഭഗവാനെ എന്താ പറയുക, മുറുക്ക പിടിക്കാം. എപ്പോഴും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ചിരപ്രതിഷ്ഠ നേടുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ ശ്ലോകങ്ങൾ. ഗോപികമാരുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ പിരിയാതെ എപ്പോഴും അനുഗ്രഹിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ഈ ഗോപികായുഗള ഗീത പഠനം
അതിൻ്റെ പാരായണം എപ്പോഴും ഭഗവത് സ്മരണ കൊണ്ട് നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചത്രിംശത്തമോऽധ്യായः. ശ്രീശുക ഉവാച. ഗോപ്യഃ കൃഷ്ണേ വനം യാത്തെ തമനുദ്രുതചേതസഃ കൃഷ്ണലീലാഃ പ്രഗായന്ത്യോ നിന്യുരു ദുഃഖേന വാസരാൻ. ശ്രീശുക ഉവാച. ഗോപ്യഃ കൃഷ്ണേ വനം യാത്തെ തമനുദ്രുതചേതസഃ കൃഷ്ണലീലാഃ പ്രഗായന്ത്യോ നിന്യുരു ദുഃഖേന വാസരാൻ. ഭഗവാൻ വനത്തിൽ പോയപ്പോൾ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുക. കൃഷ്ണേ വനം യാതേ സതി. കൃഷ്ണൻ വനത്തിലേക്ക് പോയപ്പോൾ, ഇവിടെ കൃഷ്ണന്റെ വനയാത്ര എന്തിനുള്ളതാണ്? പശുക്കളെ മേയ്ക്കാനായിക്കൊണ്ട് ഓരോ ദിവസവും രാവിലെ ആയിരക്കണക്കിന് പശുക്കളെ നയിച്ചുകൊണ്ട് മറ്റ് ഗോപന്മാരുമായി വൃന്ദാവനത്തിൽ ഗോവർദ്ധന പർവ്വതത്തിലും കാളിന്തി തീരത്തുമായിട്ട് പശുക്കളെ മേയ്ക്കാനായിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പോയപ്പോൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. കൃഷ്ണനെ വനം യാതേ ഗോപ്യഃ തം അനുദ്രുതചേതസഃ. ഗോപ്യഃ ആ ഗോപികമാര് തം അനുദ്രുതചേതസഃ. തം എന്ന് പറഞ്ഞാൽ അവനെ, അനുദ്രുത എന്ന് പറഞ്ഞാൽ അനുദ്രവിക്കുക, പുറകെ പോവുക എന്നർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ പുറകെ അവരുടെ ചേതസ്സുകളും സഞ്ചരിക്കുന്നു. തം അനുദ്രുത ചേതസഃ. അപ്പൊ ഭഗവാൻ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയാണ് ഗോപികമാരുടെ മനസ്സും പോകുന്നത്. ഭഗവാനെ വിട്ട് വേറൊരു ചിന്തയും ഈ ഗോപികമാർക്ക് ഉണ്ടാവാൻ വഴിയുമില്ല. ആ രീതിയിലാണ് ഭഗവാൻ അവരെ കയ്യിലെടുത്തിരിക്കുന്നത് എന്നർത്ഥം. ഇത്രയും കാലത്തെ ഭഗവാന്റെ ഓരോരോ ലീലകളിലൂടെയും അവസാനം അവരുടേതായിട്ടുള്ള ആ ഗോപികമാരുടെ ഏറ്റവും ആനന്ദം നൽകുന്ന, അവരുടെ എല്ലാ അഭിലാഷങ്ങളും പൂർത്തീകരിച്ചു കൊടുത്ത രാസക്രീഡ എന്നുള്ളതായിട്ടുള്ള ലീലയും കൂടെ അവരുടെ മനസ്സ് പരിപൂർണമായിട്ട് ഭഗവാനിലേക്ക് ഉറപ്പിക്കുകയാണ്. അപ്പൊ ഇനി അവര് ആ ഭഗവാനെ തന്നെ അനുസന്ധാനം ചെയ്യുകയാണ്. നമ്മളിവിടെ സത്യം പരം ധീമഹി എന്ന് ഭാഗവതം ഏതൊരു കാര്യത്തെക്കുറിച്ച് അനുസന്ധാനം ചെയ്യുന്നുവോ ആ സത്യത്തെ തന്നെയാണ് ഇവിടെ വൃന്ദാവനത്തിലെ ഭഗവാനായി ശ്രീകൃഷ്ണനായി അവതരിപ്പിക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അല്ലേ? ആ പരമസത്യത്തെ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ എന്ന് ഭാഗവതം ആരംഭത്തിൽ പറഞ്ഞു. അപ്പോൾ ഭഗവാനെന്നും പറയപ്പെടുന്നതായിട്ടുള്ള ആ സത്യം, ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ കൃഷ്ണൻ എന്നും രൂപമെടുത്ത് അവതരിച്ച് ലീല ചെയ്യുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പോൾ കൃഷ്ണൻ ആരാണ്? മുമ്പേ പ്രതിജ്ഞ ചെയ്ത സത്യം തന്നെ. സത്യം തന്നെ ഭഗവാൻ, ഭഗവാൻ തന്നെ കൃഷ്ണൻ. അപ്പോ സത്യം തന്നെ കൃഷ്ണൻ, കൃഷ്ണൻ തന്നെ സത്യം. ഇക്വേഷൻ ശരിയായില്ലേ? അപ്പൊ കൃഷ്ണനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പരം ധീമഹി എന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മളെയും ആ പരമസത്യത്തിനെ അനുസന്ധാനം ചെയ്യാനായിക്കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം കൃഷ്ണാദി വിഷ്ണോ വിഭോ എന്ന് മേൽപ്പത്തൂർ ചോദിച്ച ആ എല്ലാറ്റിലും വെച്ച് കാന്തിമത്തും സുന്ദരതരവുമായിട്ടുള്ള ഏറ്റവും മംഗളതരമായിരിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തെ ഗോപികമാർ അനുസന്ധാനം ചെയ്യുന്നത്, ധ്യാനം ചെയ്യുന്നത് നമ്മൾക്കും എന്താ പറയുക, അതിനെ അനുകരിച്ച് ഗോപികമാരുടെ പുറകെ പോയി നമുക്കും ഗോപികമാരായിത്തീരാം. ആ ഗോപികമാരുടെ ഹൃദയം പോലെ നിഷ്കളങ്കമായിട്ടുള്ള ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള
ആ ഹൃദയങ്ങൾ നമുക്കും ഉണ്ടാവട്ടെ. അതിനുള്ള മാർഗമാണ് ഇവിടെ. അതാണ് തം അനുദ്രുത ചേതസഃ, അവനെ തന്നെ അനുചരിക്കുന്ന, അവൻ്റെ പുറകെ ഒഴുകുന്ന, ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ്, ഓടുക, സഞ്ചരിക്കുക എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ ഭഗവാന്റെ പുറകെ തന്നെ ഒഴുകുന്നതായിട്ടുള്ള ചേതസ്, ചേതസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം, മനസ്സ്, അന്ധകരണം എന്നൊക്കെ അർത്ഥമാണ്. അവരുടെ ഹോൾ ബീയിങ് എന്നർത്ഥം. അവരുടെ സർവസ്വവും ഭഗവാന്റെ പുറകെ അനുകരിക്കുകയാണ്. അനുദ്രുത ചേതസഃ. അങ്ങനെയുള്ള ഗോപികമാര് കൃഷ്ണലീലാഹ പ്രഗായന്ത്യ, കൃഷ്ണന്റെ ലീലകളെ പ്രഗായന്ത്യ പ്രകർഷേണ ഗായന്ത്യ, നന്നായി പാടുന്നവരായിട്ട്. അപ്പോൾ അവരുടെ പാട്ട് കേൾക്കുന്നവർക്കും അനുഗ്രഹമായിരിക്കുന്ന പാട്ടാണ്. അങ്ങനെ ഭംഗിയായിട്ട് പാടുന്നതായിട്ടുള്ള അവര് ദുഃഖേന വാസരാൻ നിന്യഹു, വാസരങ്ങൾ എന്ന് പറഞ്ഞാൽ പകലുകൾ, ദിനങ്ങൾ. അപ്പോൾ ഓരോ പകലിലും ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ പോകുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് ദുഃഖമാണ്, അവരുടെ മനസ്സ് ഭഗവാനിൽ നിന്ന് അകലുന്നതായിട്ടുള്ള വിരഹ ദുഃഖം കൊണ്ട് പീഡിതമാണ്. എങ്കിലും ഭഗവത് സ്മരണയോടുകൂടി തന്നെ അവർ നയിച്ചു എന്നർത്ഥം അല്ലേ. സാമീപ്യമില്ലെങ്കിലും, ഭഗവാന്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് അവർ ഭഗവാനെ തന്നെ ചിന്തിച്ച് മനസ്സിൽ ആശ്വസിച്ചു. ഭഗവാനെ ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ ആ എന്താ പറയുക, സ്ഥൂല ശരീരം കൂടെ ഇല്ലെങ്കിലും സൂക്ഷ്മമായിട്ട് ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് അവർ ആശ്വാസം കണ്ടെത്തി എന്നർത്ഥം. അതാണ് ദുഃഖേന വാസരാൻ നിന്യുഹു. ഇവരുടെ ഈ ദുഃഖം എന്നുള്ളത് സാധാരണ ലൗകികരുടെ ദുഃഖമല്ല, ലോക വിഷയങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള ദുഃഖമല്ല, അവരുടെ കാമക്രോധാദികളുടെ പൂർത്തീകരണം സാധിക്കാത്തത് കൊണ്ടുള്ള ദുഃഖമല്ല, പിന്നെയോ ഭഗവാനെ പ്രാപിക്കാനുള്ള ആ വ്യസനം, ഭഗവാനെ മാത്രം മതി എന്നുള്ളതായിട്ടുള്ള അവരുടെ ആ ഉള്ളിലുള്ളതായിട്ടുള്ള പീഡയാണ് അവരുടെ ദുഃഖം. അപ്പോൾ ഇപ്പോഴും അവർക്ക് ചെറിയൊരു ഭേദഭാവം ഉണ്ട്. ഇതുകൂടി പൂർണ്ണമായിട്ട് മാറണം. അപ്പോഴാണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുള്ളൂ. സായുജ്യം എന്നൊക്കെ പറയുന്ന ഭഗവാനുമായി ഒന്നായി ചേരുക, ഒന്നായി തീരുക. ഭഗവാൻ തങ്ങളിൽ നിന്ന് എവിടെയും പോയിട്ടില്ല, തങ്ങളിൽ നിന്ന് അന്യനല്ല, എപ്പോഴും ആത്മസ്വരൂപനായി കൂടെ തന്നെയുണ്ട് എന്നുള്ള ആ ഒരു ബോധം ഉറയ്ക്കണം. ഇവിടെ അത് ഉറയ്ക്കാത്തതാണ് ഈ ദുഃഖം. ഭഗവാനും തങ്ങളും തമ്മിലുള്ള അകലമാണ് ഇവിടുത്തെ ദുഃഖം. അപ്പൊ അത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഇനിയും 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 ഭഗവാനെ തന്നെ ഉപാസിക്കണം, അനുസന്ധാനം ചെയ്യണം, നിരന്തരം ഭഗവാനെ തന്നെ ധ്യാനിക്കണം. അപ്പോൾ ആ ഒരു സാധനയാണ് ഗോപികമാര് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലായി ഇനി ഭഗവാൻ പല ഉപദേശങ്ങളിലൂടെ താനും ഭഗവാനും ഒന്നാണെന്നുള്ളതായിട്ടുള്ള ജ്ഞാനം ആ ഗോപികമാരിൽ ഉറപ്പിച്ചു കൊടുക്കും. അത് ഉറപ്പാകുന്നത് വരെ ഇവരുടെ ദുഃഖം തുടർന്നുകൊണ്ടിരിക്കും അല്ലേ. അതിനെ തന്നെയാണ് നമ്മൾ മറ്റൊരു അർത്ഥത്തിൽ മുമുക്ഷ എന്ന് പറയുന്നത്, മോക്ഷേച്ഛ. വാസ്തവത്തിൽ നമ്മളൊക്കെ നിത്യമുക്തന്മാരാണ്. പക്ഷെ നിത്യമുക്തന്മാരായിട്ടും ആ മുക്തനാണ് എന്നുള്ളത് അറിയുന്നില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുക്തി വേണം എന്നുള്ള വ്യസനം നമുക്കുള്ളത്. ഈ അറിവ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ വിചാരം കൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന ബോധം ഉറയ്ക്കുമ്പോൾ മാത്രമേ ഈ വ്യസനം നമ്മുടെ ഉള്ളിൽ, ഈ ദുഃഖം തീരുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ശാന്തി നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ഗോപികമാരുടെ അവസ്ഥയും. അവരും ഭഗവാനും തങ്ങളും ഒന്നാണെന്നുള്ള അറിവിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധകന്റെ ഒരു തീവ്രമായിട്ടുള്ള സാധനയുടെ അവസ്ഥകളാണ് ഈ ഗോപികമാരുടെ അവസ്ഥകൾ. അപ്പോൾ
അവരുടെ പകലുകൾ ഇങ്ങനെ വ്യസനത്തോടുകൂടി ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടി. നമ്മളും ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്നും കൂടി അർത്ഥം. നമ്മളും നമ്മുടെ ഓരോ ദിവസവും ഉണർന്നിരിക്കുമ്പോഴെല്ലാം ഭഗവത് ചിന്തയോടുകൂടി നയിക്കപ്പെടണം. ഓരോ പകലുകളും നമ്മുടെ ജീവിത അവസാനം വരെയും ഉപനിഷത്തുകളിൽ പറയും, ആസുപ്തേരാമൃതേ കാലം നയേ വേദാന്ത ചിന്തയാ. ആസുപ്തേഹ ആമൃതേഹ കാലം. ആസുപ്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നത് വരേക്കും. അപ്പോൾ ഓരോ ദിവസവും ഉറങ്ങുന്നത് വരേക്കും. ആമൃതേഹ എന്ന് പറഞ്ഞാലോ മരണപര്യന്തം, ജീവിതാവസാനം വരെയും എന്ത് ചെയ്യണം? നയേത് വേദാന്ത ചിന്തയാ. വേദാന്ത ചിന്ത കൊണ്ട് നയിക്കപ്പെടണം. വേറൊരു ചിന്തയും കയറി വരാതെ ആവണം. ഇപ്പം നമുക്ക് പല ലോക ചിന്തകളും നമ്മുടെ ഇടയിൽ കയറി വരുന്നുണ്ട്. അതെല്ലാം മാറി ഈ വേദാന്ത ചിന്ത നിരന്തരമാകണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള കഥ തന്നെയാണ് ഗോപികമാരുടെ കഥ. അവർ എല്ലായ്പ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കും അതുപോലെ ആവാൻ കഴിയട്ടെ. യഥാ വ്രജഗോപികാനാം എന്ന് നാരദ മഹർഷി പറഞ്ഞതുപോലെ. ഗോപ്യ കൃഷ്ണേ വനം യാതേ തമനുദ്രുതചേതസഃ കൃഷ്ണലീലാ പ്രഗായന്ത്യോ നിന്യുർദുഃഖേന വാസരാൻ. ഗോപ്യ ഊജുഹു. ഈ 2 ശ്ലോകങ്ങൾ വായിച്ച് അന്വയം പറയാം. വാമബാഹുകൃതവാമകപോലോ വൽഗിതബ്രുരധരാർപ്പിതവേണും കോമളാംഗുലിഭിരാശ്രിതമാർഗ്യം ഗോപ്യ ഈരയതി യത്ര മുകുന്ദഃ വ്യോമയാനവനിതാ സഹസിദ്ധൈർ വിസ്മിതാസ്തദുപധാര്യ സലജ്ജാഃ കാമമാർഗണസമർപ്പിതചിത്താഃ കശ്മലം യയുരപസ്മൃതനീവ്യഃ. ഗോപ്യ ഊജുഃ വാമബാഹുകൃതവാമകപോലോ വൽഗിതബ്രുരധരാർപ്പിതവേണും കോമളാംഗുലിഭിരാശ്രിതമാർഗ്ഗം ഗോപ്യ ഈരയതി യത്ര മുകുന്ദഃ വ്യോമയാനവനിതാ സഹസിദ്ധൈർ വിസ്മിതാസ്തദുപധാര്യ സലജ്ജാഃ കാമമാർഗണസമർപ്പിതചിത്താഃ കശ്മലം യയുരപസ്മൃതനീവ്യഃ. അപ്പോൾ ഗോപികമാരുടെ പകലുകൾ ഭഗവത് സ്മരണയോടെ വിരഹദുഃഖത്തോടുകൂടെ ഭഗവാനെ പ്രാപിക്കാനുള്ള കൊതിയോടുകൂടെ കഴിഞ്ഞു എന്നാണ്, നയിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ ആ ഗോപികമാര് ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്നതിനെ അവർ ഉച്ചത്തിൽ പ്രകടിപ്പിക്കുന്നു. കാരണം അവർക്ക് യാതൊരു ദേഹാഭിമാനമോ ലജ്ജയോ ഒന്നുമില്ല. അവർ പരസ്പരം തങ്ങളുടെ കൂട്ടുകാരികളെ കണ്ടുമുട്ടുമ്പോൾ ഇത് പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല, സങ്കോചവുമില്ല. നമുക്ക് ഏറ്റവും എന്താ പറയുക, തുറന്ന മനസ്സുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്, കൂട്ടുകാരായിട്ടുള്ളത്. നമ്മൾ പറയുന്നതിനെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരാണ് എന്നുള്ളതായിട്ടുള്ളൊരു വിശ്വാസം, ഒരു ധൈര്യം ഉള്ളപ്പോൾ മാത്രമേ നമ്മളും സങ്കോചമില്ലാതെ പെരുമാറുകയുള്ളൂ, അല്ലേ? ഇവിടെ ഗോപികമാരെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ആ ഗോപികമാരൊക്കെ തന്നെ അതേപോലെയുള്ളവരായിരുന്നു എന്നും കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. എന്താ, പരസ്പരം അസൂയയും കുനിഷ്ടും പരദൂഷണം പറച്ചിലും പാരവെപ്പും ഒന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റില്ല, അവരുടെ ഹൃദയം തുറക്കാൻ പറ്റില്ല. അപ്പോ എല്ലാ ഗോപികമാരും ഒരേ മനസ്സായിരുന്നു.
അപ്പോൾ ഭഗവാനെ നിരന്തരം കണ്ടും ചിന്തിച്ചും ആ ഭഗവാന്റെ ലീലകളൊക്കെ അനുഭവിച്ചും ഗോപികമാരെത്ര നിഷ്കളങ്കരായി, അവരുടെ ഹൃദയം എത്ര പരിശുദ്ധമാണ് എന്നും കൂടെ അവർ ഈ പരസ്പരം ഭഗവാനെ കുറിച്ച് പാടുന്ന ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ, ഗോപികൾ എന്ന് ബഹുവചനം പറയുന്നുണ്ടെങ്കിലും അവരെല്ലാം ഒരു ഹൃദയത്തോടു കൂടിയവരാണെന്ന് നമുക്കിവിടുന്ന് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ഗോപികമാരും ആ വനത്തിൽ പശുക്കളെ മേയ്ക്കുന്നതായിട്ടുള്ള ഭഗവാനെ അവരുടെ ഹൃദയത്തിൽ കാണുകയാണ്, ധ്യാനിക്കുകയാണ്, അനുസന്ധാനം ചെയ്യുകയാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ. 2 ശ്ലോകങ്ങൾ ചേർന്നാണ് ഒരു ആശയം എന്നുള്ളത് കൊണ്ടാണ് ഇതിന് യുഗളഗീതം എന്ന് പറയുന്നത്. യുഗളം എന്ന് പറഞ്ഞാൽ ഇരട്ട, ജോഡി എന്നൊക്കെ അർത്ഥം. അപ്പം അങ്ങനെ 2 ശ്ലോകങ്ങൾ ചേർന്നാണ് ഒരു ആശയം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 2 ശ്ലോകങ്ങൾ വീതം വായിച്ച് ആശയം പറയുന്നത്. ഗോപ്യ ഊജുഹു, ആ ഗോപികമാരിങ്ങനെ പറയുന്നു. വാമബാഹുകൃതവാമകപോലോ വൽകിതബ്രുരധരാർപ്പിതവേണും കോമളാങ്കുലിഭിരാശ്രിതമാർഗം ഗോപ്യ ഈരയതി യത്ര മുകുന്ദഃ. അപ്പോൾ ഗോപികമാർ തമ്മിൽ സംബോധന ചെയ്യണ ഗോപ്യ എന്നുള്ളത് 4ാമത്തെ വരിയിലെ ഗോപ്യ, അല്ലയോ ഗോപികമാരെ എന്ന് ഒരു ഗോപിക മറ്റ് കൂട്ടുകാരികളെ സംബോധന ചെയ്തുകൊണ്ട് വിളിക്കണം. അല്ലയോ ഗോപികമാരെ, ആ മുകുന്ദ, ഭഗവാന്റെ പേര് ഇവിടെ എടുത്തു പറയുന്നത് മുകുന്ദ എന്നാണ്. ആ ഭഗവാന്റെ സ്മരണ തന്നെ നമ്മെ മുക്തിയിലേക്ക് നയിക്കുന്നതാണ്. മുക്തിം ദദാതീതി മുകുന്ദ. അപ്പോൾ ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? വേണും ഈരയതി, വേണുവിനെ ശബ്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശബ്ദിപ്പിക്കുമ്പോൾ എന്ന് സൂചിപ്പിക്കാനാണ് യത്ര. യത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ എന്നർത്ഥത്തിലാണ്. എവിടെ എന്നുള്ള അർത്ഥമാണ് യത്ര എന്നുള്ളതിന്. ഇവിടെ വെൻ എന്നുള്ള അർത്ഥത്തിൽ. എപ്പോഴാണോ മുകുന്ദൻ വേണുവിനെ ശബ്ദിപ്പിക്കുന്നത് അപ്പോൾ തത്ര എന്ന് അടുത്ത ശ്ലോകവുമായിട്ട് അനുബന്ധിക്കണം. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ വേണുഗാനം ചെയ്യുന്നത് എന്ന് അവർ ഭാവനയിൽ കാണുകയാണ്. വാമബാഹുകൃത വാമകപോലോ, ഭഗവാന്റെ വാമബാഹു എന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യ്. ഇടത്തെ കയ്യിലേക്ക് ഭഗവാന്റെ വാമകപോലം കൃതം. വാമകപോലം ഇടത്തെ കവിൾ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഞാൻ ഇടത്ത് കാണിച്ചാൽ വലത്തായിട്ട് തോന്നും, കാരണം സെൽഫി മോഡിലാണ്. അപ്പൊ ഇങ്ങനെ കാണിക്കേണ്ടി വരും അല്ലേ? എനിക്കിത് വലതാണ്, നിങ്ങൾക്കിത് മിറർ ഇമേജ് ആയിട്ട് കാണുകയാണ്. എന്തായാലും ഭഗവാൻ തൻ്റെ ഇടതു കൈയിലേക്ക് ഇടതു കവിൾ ചായ്ച്ചു വെച്ചുകൊണ്ട് എന്നാണ് ഒരു ചരിവ്. ഭഗവാൻ ത്രിഭംഗി ലളിതാകൃതി. ഭഗവാൻ വേണുഗാനം ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു 3 വളവുണ്ട്, അതാണ് ത്രിഭംഗി. 3 ഭാഗത്ത് ഭഞ്ജനം. ഇവിടെ ഭംഗി ശബ്ദം ഭഞ്ജിക്കപ്പെട്ടവൻ, ഭഞ്ജിച്ചവൻ എന്ന അർത്ഥത്തിലാണ്. അവിടെ ഭംഗം അഥവാ ഭഞ്ജം എന്ന് പറഞ്ഞാൽ വളവാണ്. ത്രിഭംഗി ലളിതാകൃതി. ലളിതാകൃതി മനോഹരാകൃതി. ആ വളവില്ലാതെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഭഗവാനിൽ നമുക്കൊരു ഗൗരവമാണ് കാണുക അല്ലേ? ഇവിടെ ഭഗവാന്റെ ആ ഒരു ശൃംഗാര ഭാവം കൂടി പ്രകടിപ്പിക്കാനാണ് ഈ ഒരു 3 വളവ്. ഭഗവാന്റെ കാലുകൾ തമ്മിൽ പണച്ചു വെക്കുമ്പോൾ ആ കാലിൽ ഒരു വളവുണ്ട്, മുട്ടുകാലില്. അതുപോലെ അരക്കെട്ടിൽ ഒരു വളവുണ്ട്, പിന്നെ കഴുത്തിലും ഒരു വളവ്. ആ കഴുത്ത് ഇടതുഭാഗത്തേക്ക് ചായ്ച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇടത്ത് കൈയ്യ് ഒരു താങ്ങ് പോലെ വേണു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേണുവില് ഭഗവാന്റെ ഇടത്ത് കൈ ആ കവിളിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ? നമ്മൾ വിശ്രമിക്കുന്ന സമയത്തും
കവളത്ത് മറ്റേ താങ്ങായിട്ട് വെച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ ഭഗവാൻ വേണുഗാനം ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അതിനെ എടുക്കേണ്ടതാണ്. അല്ല കവളത്ത് കയ്യിൽ താടിയും എന്താ പറയുക, കയ്യിൽ താങ്ങിക്കൊണ്ട് കിടക്കുകയല്ല. അപ്പോൾ ഭഗവാന്റെ കൈകൾ ചരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ശിരസിന് ഒരു താങ്ങുപോലെ എന്ന്. അപ്പോൾ ഈ വിരല് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ടാവും. കാരണം വേണു അതിന്റെ ബാസുരി എന്ന് പറയുന്നത് അത് വളരെ നീളമുള്ളതാണ്. അതിന്റെ ഒരു എൻ്റെ ഈ അറ്റത്തേക്ക് ഉണ്ടാവും, അവിടെ പിടിച്ചിട്ടുണ്ടാവും. ഇടത്തെ കയ്യ് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിലേക്കൊരു ചായ്വ് കവിള് ഭാഗം, അതിനെ വളരെ മനോഹരമായിട്ട് അവർ കാണുകയാണ്. വാമബാഹുകൃത വാമകപോലഹ, ഭഗവാന്റെ ഇടത് കവിൾ ഇടത് കൈയിലേക്ക് ചായ്ച്ചു വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ചായാനൊന്നും നമ്മൾ മെനക്കെടണ്ട. ഒരു ആ ചായ്വിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആ മനോഹാരിതയെ, ഭഗവാന്റെ ആ ത്രിഭംഗി എന്നുള്ള ഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി വാമബാഹുകൃത വാമകപോലഹ വൽഗിത ബ്രുഹു അതരാർപ്പിത വേണും. ഭഗവാൻ വൽഗിത ബ്രുഹു, ഭഗവാന്റെ ബ്രു പുരികങ്ങളെ ഒന്ന് ചലിപ്പിക്കുന്നുണ്ട്. വൽഗിതം എന്ന് പറഞ്ഞാൽ ഇളക്കുക എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഗാനത്തിനനുസരിച്ച് ഭഗവാന്റെ കണ്ണിന് ചേഷ്ടയുണ്ട് എന്നർത്ഥം. ഭഗവാന്റെ പുരികങ്ങൾ ചലിക്കുന്നുണ്ട് അല്ലേ? ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനം തന്നെയാണ് കാലം. ഈ ലോകങ്ങളെല്ലാം ചലിക്കുന്നത് ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനത്തിലാണ്. ഭഗവാന്റെ ആ എന്താ പറയുക, വേണു ഗാനം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ച് നമ്മളെ ചേഷ്ടിപ്പിക്കുന്ന ലീല കൂടിയാണ്. വേണുവില് ദ്വാരങ്ങൾ, നവദ്വാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിൽ നവദ്വാരങ്ങളാണ്. നവദ്വാരേ പുരേ ദേഹി, നവമോ ഏകാദശദ്വാരമുള്ളതോ ഒക്കെ ആയിട്ട് ഉപനിഷത്തുകളിൽ പലതും പറയും. ഗീതയിൽ ഭഗവാൻ നവദ്വാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിൽ പുരം ഏകാദശദ്വാരം, 11 ദ്വാരങ്ങളുള്ളൊരു പുരമാണ്. അത് നാഭിയും ബ്രഹ്മരന്ധ്രവും ചേർത്തിട്ടാണ് 11 ദ്വാരങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓടക്കുഴലുകൾ പലരും ഉണ്ടാക്കുന്നതിൽ സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് 7 ദ്വാരങ്ങളും പിന്നെ ഊതുന്ന ഒരു ദ്വാരവും, അപ്പോൾ 8ആയി. 2 അറ്റങ്ങൾ, 8ഉം 2ഉം 10 ദ്വാരങ്ങൾ ഒരു ഓടക്കുഴലിൽ മിനിമം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് 9ഉം 10ഉം 11ഉം ഒക്കെ ആവാം. ഏതെങ്കിലും ഒരു ദ്വാരത്തെ കുറച്ചാൽ മതി. ഇപ്പോൾ ഏകാദശദ്വാരം എന്ന് പറഞ്ഞതിൽ ബ്രഹ്മരന്ധ്രത്തെ കുറച്ചാൽ ബാക്കി 10 ദ്വാരങ്ങളാണ് നമുക്ക് പ്രകടമായിട്ടുള്ളത്. ബ്രഹ്മരന്ധ്രം പ്രകടമല്ല. ഇനി നാഭിയെ അടച്ചു പിടിച്ചാൽ 9 ദ്വാരങ്ങളാണ് പ്രകടമായിട്ടുള്ളത്. അപ്പം നവദ്വാരേ പുരേ ദേഹി എന്ന് പറയും. എന്തായാലും അതെല്ലാം ഒരു പ്രതീകാത്മകമായിട്ട് എടുക്കണം നമ്മൾ. കൃത്യമായിട്ട് എണ്ണി ശണ്ട കൂടാൻ വേണ്ടിയിട്ടല്ല, തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളെ ചേഷ്ടിപ്പിക്കുന്നു. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ ആ വേണു കാണുമ്പോൾ അത് ഞാനാണെന്ന് ഭാവിക്കുക ഓരോരുത്തരും. ഞാനാകുന്ന വേണുവിലൂടെ ഭഗവാന്റെ ആ ശബ്ദം, നാദബ്രഹ്മം ഉള്ളിലേക്ക് കയറി എൻ്റെ ദ്വാരങ്ങളെയൊക്കെ തുറക്കുകയാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടുള്ള ആ ശ്രീരാഗം പുറപ്പെടുവിക്കപ്പെടട്ടെ. പുറത്തേക്ക് വരുന്നതെല്ലാം നല്ലതായി തീരട്ടെ. ഭഗവാന്റെ അനുഗ്രഹമായിട്ടുള്ള ആ ലീലകളാവട്ടെ നമ്മളിൽ നിന്നും വരുന്നത് എന്നുള്ളൊരു സങ്കല്പം കൂടി നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ വൽഗിതബ്രു, ഭഗവാന്റെ കാലസ്വരൂപമായിട്ടുള്ള ആ പുരികക്കൊടിയുടെ ചലനം. വൽഗിതബ്രു, ഭഗവാൻ സ്വയം
താൻ വേണുഗാനം ചെയ്യുന്നത് ആസ്വദിക്കുന്നു. താൻ തന്നെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ ആരാസ്വദിക്കാനാ, അല്ലേ? അപ്പോൾ ഭഗവാൻ തന്നെ സ്വയം അത് ആസ്വദിച്ചുകൊണ്ട് പുരികങ്ങളെ ചലിപ്പിക്കുന്നു. വൽഗീത ബ്രുഹു, ബ്രൂ എന്നത് പുരികക്കൊടിയെ പറയുമ്പോൾ ഇവിടെ വൽഗിത വൽഗിതൗ ബ്രുവൗ യസ്യ, ആരുടെ പുരികങ്ങളാണോ, രണ്ട് പുരികങ്ങളാണോ വൽഗിതങ്ങളായിരിക്കുന്നത്, അത് സമാസിച്ചു വന്നപ്പോഴാണ് വൽഗിത ബ്രുഹ് എന്ന് ഹ്രസ്വമായി തീരുന്നത്. അപ്പോൾ ചലിക്കുന്ന പുരികങ്ങളോടുകൂടിയവനായി ആ ബാഹുകൃത വാമകപോലനായ ആ മുകുന്ദ എന്ത് ചെയ്യുന്നു? അധരാർപ്പിത വേണും കോമളാങ്കുലിഭിഹി ആശ്രിതമാർഗം ഈരയതി. അധരാർപ്പിത വേണു, തന്റെ അധരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ വേണുവിനെ, ആ ഓടക്കുഴലിനെ, കോമളാങ്കുലിഭിഹി, തന്റെ മൃദുവായ തളിരുകൾ പോലെയുള്ള കോമളങ്ങളായിരിക്കുന്ന അങ്കുലികളെ കൊണ്ട്, വിരലുകളെ കൊണ്ട്, ആശ്രിത മാർഗം, ആ വിരലുകൾ ഓരോ മാർഗത്തെയും ആശ്രയിച്ചിട്ടുണ്ട്. മാർഗം എന്ന് പറഞ്ഞാൽ വേണുവിലെ മാർഗങ്ങൾ, അതിലെ ദ്വാരങ്ങളാണ്. അപ്പോൾ വേണുവിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്ന മാർഗങ്ങളായ ഓരോ ദ്വാരത്തിലും ഭഗവാന്റെ വിരലുകൾ ആശ്രയിച്ചിട്ടുണ്ട്. അതിന്റെ തുറക്കലും അടയ്ക്കലിനും അനുസരിച്ചാണ് ശബ്ദം ക്രമീകരിക്കപ്പെടുന്നത്, പുറത്തേക്ക് വരുന്നത്. ഏത് ശബ്ദമാണ് പുറത്തേക്ക് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ കൈകളാണ്. ഈ വിരലുകൾ തുറക്കുന്നതിനനുസരിച്ചാണ്, എത്രാമത്തെ സുഷിരം തുറക്കുന്നുവോ അതിനനുസരിച്ചിട്ടുള്ള ആ സാരി ഗമ പാധാനി എന്നുള്ള സപ്തസ്വരങ്ങളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ കോമളാങ്കുലിഭിഹി ആശ്രിത മാർഗം, തന്റെ മൃദുക്കളായ കൈവിരലുകളെ കൊണ്ട് ആശ്രയിക്കപ്പെട്ട ദ്വാരങ്ങളോടുകൂടി ആ അധരാർപ്പിത വേണുവിനെ, തന്റെ ചുണ്ടോട് ചേർത്ത് വച്ചിരിക്കുന്ന വേണുവിനെ എത്ര ഈരയതി, അല്ലയോ ഗോപികമാരെ, ഭഗവാൻ എപ്പോഴാണോ ഈരണം ചെയ്യുന്നത്, ശബ്ദിക്കുന്നത്, ഗാനം ചെയ്യുന്നത് എന്നർത്ഥം. ഈരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുക എന്നർത്ഥം. ഇവിടെ വേണുവിനെ ധ്വനിപ്പിക്കുക, മുഖരിതമാക്കുക, ഊതുക എന്നൊക്കെ അർത്ഥം. എപ്പോഴാണോ ഭഗവാൻ ഊതുന്നത്, മുകുന്ദൻ ഊതാൻ തുടങ്ങുന്നത്, അപ്പോഴെന്ത് സംഭവിക്കുന്നു? വ്യോമയാനവനിതാ സഹസിദ്ധൈർ വിസ്മിതാസ്തതുപധാര്യ സലജ്ജാഃ കാമമാർഗണ സമർപ്പിത ചിത്താഃ കശ്മലം യയുരപസ്മൃത നിവ്യഃ. വ്യോമയാന വനിതാഹ, വ്യോമയാന വനിതാഹ എന്ന് പറഞ്ഞാൽ വ്യോമയാനം വിമാനങ്ങൾ, വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നവരായ ദേവന്മാരുടെ ഗന്ധർവന്മാരുടെയൊക്കെ വനിതകൾ, അവരുടെ സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ, ദേവസ്ത്രീകൾ എന്നൊക്കെ അർത്ഥം. ആ വനിതകൾ അവര് കശ്മലം യയുഹു എന്നാണ് ഇവിടെ ആശയം. വ്യോമയാന വനിതാഹ കശ്മലം യയുഹു, അവര് കശ്മലാവസ്ഥയെ പ്രാപിച്ചു. ഇവിടെ കശ്മല ശബ്ദം എന്ന് പറഞ്ഞാല് ഒരു മോഹാവസ്ഥയെ, മൗഢ്യാവസ്ഥയെ, അവര് മോഹിതരായി എന്നർത്ഥം. കാമപീഡിതരായി എന്ന് പറയുന്നുണ്ട്. അതാണ് അവർ കശ്മലാവസ്ഥയെ പ്രാപിച്ചു ഭഗവാന്റെ ആ വേണുഗാന ആലാപന രംഗം കണ്ടിട്ട്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ ഭാഗ്യമില്ല, കാരണം നമ്മളൊന്നും വ്യോമയാന വനിതകളല്ല, നമ്മളൊക്കെ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരാണ്, അല്ലേ? ഗോപികമാര് അവരുടെ ധ്വനിയില് അവരെത്ര ഭാഗ്യവതികൾ എന്നാണ് സൂചിപ്പിക്കുന്ന ദേവസ്ത്രീകളുടെ ഒരു ഭാഗ്യം. അവര് ആകാശത്ത് വിമാനങ്ങളിൽ വന്നു നിൽപ്പുണ്ട് അവരുടെ ഭർത്താക്കന്മാരോട് കൂടിയിട്ടാണ്. അതാണ് സഹസിദ്ധൈഹി. സഹസിദ്ധൈഹി, വ്യോമയാന വനിതകൾ തനിയല്ല, അവരുടെ ഭർത്താക്കന്മാർ സിദ്ധന്മാർ അഥവാ ഗന്ധർവന്മാർ എന്നർത്ഥമാണ് ഇവിടെ. ആ ഗന്ധർവന്മാരോടുകൂടെ വർത്തമാനാഹ, അവരോടുകൂടി വർത്തിക്കുന്നവരാണ്. അപ്പൊ ഭർത്താക്കന്മാർ കൂടെ ഉണ്ടായിട്ടും ആ ഭർത്താക്കന്മാരെക്കാൾ അവരുടെ മനസ്സും ഈ കൃഷ്ണനിലേക്കാണ് രമിക്കുന്നത്. അപ്പൊ ദേവസ്ത്രീകൾ പോലും കൊതിക്കുന്ന ആ ഒരു എല്ലാ നിറവിന്റെയും മൂർത്തിയാണ്
ഭഗവാനെന്ന് സൂചിപ്പിക്കുകയാണ്. ദേവസ്ത്രീകളെ പോലും അവരുടെ ഭർത്താക്കന്മാരുടെ സാമീപ്യത്തിൽ പോലും പരവശരാക്കുന്ന ആ ഒരു എന്താ പറയുക സൗന്ദര്യമൂർത്തിയാണ്, ഐശ്വര്യമൂർത്തിയാണ് ഈ കൃഷ്ണമൂർത്തി എന്ന് കൃഷ്ണമൂർത്തിയുടെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ദേവസ്ത്രീകൾ പോലും ആ ഭഗവാനെ ഉപാസിക്കുന്നു അഥവാ കൊതിക്കുന്നു. ഭഗവത് പ്രാപ്തി കൊണ്ട് മാത്രമേ അവർക്കും പൂർണ്ണതയുണ്ടാവാൻ പോകുന്നുള്ളൂ. അവരുടെ അല്പന്മാരായിട്ടുള്ള ഈ ഗന്ധർവന്മാരെ കൊണ്ടോ ദേവന്മാരെ കൊണ്ടോ ഒന്നും പൂർണ്ണത ലഭിക്കാനൊന്നും പോകുന്നില്ല. തൽക്കാല ശാന്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരും എവിടെ എത്തിയാലാണ് പൂർണ്ണതയെ പ്രാപിക്കുന്നത്? ഭഗവത് സവിധത്തിലെത്തിയാൽ മാത്രമാണ്. ഭഗവാനെ പ്രാപിക്കുന്നതോടുകൂടിയിട്ടാണ് ഏത് ദേവസ്ത്രീകളാണെങ്കിലും അവരുടെയും പൂർണ്ണത. അപ്പൊ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. നമ്മളെ അപേക്ഷിച്ച് കൂടുതൽ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം അവർക്കുണ്ട്. എന്നിട്ടും അവർ പോലും ഈ കൃഷ്ണനിൽ രമിക്കുന്നു, ഈ കൃഷ്ണന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് തീർച്ചയായിട്ടും ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കണം, അതിലേക്ക് ആകർഷണം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വർണ്ണനകളൊക്കെ. അപ്പോ വ്യോമയാന വനിതാഹ സഹസിദ്ധൈ, അവരുടെ സിദ്ധന്മാരോടുകൂടെ അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ തതുപദാര്യ വിസ്മിതാഹ, തതുപദാര്യ ഭഗവാന്റെ ഈ വേണുഗാനം ഉപദാര്യ സമീപത്ത് നിന്ന് കേട്ടിട്ട്, സമീപത്ത് ധരിച്ചിട്ട്, വിസ്മിതാഹ അവരും വിസ്മയത്തെ പ്രാപിച്ചവരായി, ഭഗവാന്റെ ഈ നാദബ്രഹ്മം സ്വരമാധുരിയില് ഭ്രമിച്ചവരായിട്ട് വിസ്മയിച്ചു നിൽക്കുകയാണ് ഈ ഗോപസ്ത്ര. അപ്പൊ ഇവരുടെ കൂടെയുള്ളതാരാ? ഗാനഗന്ധർവന്മാരാണ് അല്ലെ? സംഗീതത്തില് എല്ലാവരും ഉദാഹരിക്കുന്നത് ഗന്ധർവന്മാരെയാണ്. ആ ഗന്ധർവന്മാരുടെ സംഗീതമൊക്കെ ഈ ഭഗവാന്റെ ഓടക്കുഴൽ നാദത്തിന്റെ മുമ്പില് എന്താ പറയുക, എന്തൊക്കെയോ നിലവിളി പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? നമ്മുടെ സൗന്ദര്യലഹരി ഇതില് സരസ്വതീദേവി മഹാദേവന്റെ മാഹാത്മ്യങ്ങൾ, ത്രിപുരദഹനാദി കഥകളൊക്കെ വർണ്ണിച്ച് ത്രിപുരസുന്ദരീദേവിയെ കേൾപ്പിക്കുമ്പോൾ ആ ത്രിപുരസുന്ദരീദേവി ഒന്ന് ശബ്ദിച്ചു, ഭേഷ് ഭേഷ്, സാധു സാധു എന്ന് സാധുവചനം പറഞ്ഞതോടുകൂടിയിട്ട്, ആ രണ്ട് വാക്കുകൾ പുറത്തേക്ക് വന്നതോടുകൂടിയിട്ട് സരസ്വതീദേവിക്ക് ലജ്ജയായി. എന്താ, തന്റെ ഈ വീണയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം എത്ര മോശമായിട്ടുള്ള ശബ്ദമാണെന്ന് ആ സരസ്വതീദേവിക്ക് തോന്നി എന്നർത്ഥം. ഒരു ഫോൺ കോള് ഞാൻ മറന്നു. അപ്പോൾ സരസ്വതീദേവി തൻ്റെ വീണയെ ചോളേന നിച്ചുളയതി എന്ന് പറയുന്നുണ്ട്. തൻ്റെ ആ വീണയെ മൂടാനുള്ളതായിട്ടുള്ള ചോളം കൊണ്ട്, ചോളം എന്ന് പറഞ്ഞാൽ അംഗവസ്ത്രം എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ മൂടുന്ന വസ്ത്രം കൊണ്ട് നീച്ചുളയതി മൂടി വെച്ചിട്ട് പണി നിർത്താൻ പോവുകയാണ്. താൻ വലിയ സംഗീതജ്ഞയാണ്, തൻ്റെ വീണ ഗംഭീരമാണെന്നൊക്കെ വിചാരിച്ച അഭിമാനത്തോടു കൂടി ഇങ്ങനെ പാടുകയായിരുന്നു. അതൊക്കെ പാടുമ്പോൾ ദേവി തലയൊക്കെ കുലുക്കി തൻ്റെ കർണാഭരണങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ടൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വായൊന്ന് തുറന്നതോടുകൂടിയിട്ട് അല്ലേ, നിജസല്ലാപമാധുര്യ വിനിർബൽസിത കച്ചപി എന്ന് ലളിതാ സഹസ്രനാമത്തിലും പറയും. നിജസല്ലാപമാധുര്യ വിനിർബൽസിത കച്ചപി, ആ ലളിതാദേവിയുടെ സല്ലാപമാധുര്യം കൊണ്ട് സരസ്വതീദേവിയുടെ വീണയായ കച്ചപിയെ വിനിർബൽസിച്ചു, വിശേഷേണ നിതരാം ബൽസിച്ചു, വളരെ നിന്ദിച്ചു കളഞ്ഞു എന്നർത്ഥം. അപ്പൊ ദേവിക്ക് മതിയായി, സരസ്വതി ദേവിയുടെ അഭിമാനമൊക്കെ തീർന്നു, വീണയെ മൂടി എഴുന്നേൽക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ ഭഗവാന്റെ ഈ ഓടക്കുഴൽ നാദത്തിന്റെ മുമ്പിൽ ഗന്ധർവന്മാരുടെ ശബ്ദങ്ങളൊക്കെ എന്തൊക്കെയോ രോദനം പോലെ തോന്നുന്നുണ്ടാവും ആർക്ക്? ഈ ദേവസ്ത്രീകൾക്ക്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ വലിയ അഭിമാനികളായിരുന്നു, അല്ലെങ്കിൽ ഇവരും വലിയ പ്രൈഡ് ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഗാനഗന്ധർവനാണ്,
പക്ഷെ ഭഗവാന്റെ ഗാനം കേട്ടതോടുകൂടി ഇനി ഇതിൽ പരമൊരു ഗാനം കേൾക്കാനില്ല എന്നവർക്ക് ബോധ്യമായി. അതാണ് തതുപധാര്യ വിസ്മിതാഹ, വിസ്മയിച്ചവരായി, അത്ഭുത പരതന്ത്രരായി അവർ വായും പൊളിച്ചു നിൽക്കുകയാണ്. കാമമാർഗണ സമർപ്പിത ചിത്താഹ, കാമന്റെ മാർഗണങ്ങൾ. ഇവിടെ മാർഗണം എന്ന ശബ്ദത്തിന് അസ്ത്രം എന്ന അർത്ഥമാണ്. ഇരയെ തിരയുന്നത് കൊണ്ട് അസ്ത്രങ്ങൾ എന്താ ചെയ്യുക? അസ്ത്രങ്ങൾ അതിന്റെ ലക്ഷ്യത്തെ തിരയുകയാണ്, മാർഗണം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ കാമന്റെ മാർഗണങ്ങൾ എന്ന് പറഞ്ഞാൽ കാമന്റെ അസ്ത്രങ്ങൾ. പഞ്ചബാണ, അഞ്ച് തരത്തിലുള്ള പുഷ്പങ്ങളാണ് കാമന്റെ മാർഗണങ്ങൾ. ആ കാമമാർഗണങ്ങൾക്ക് സമർപ്പിത ചിത്താഹ, അവരുടെ ചിത്തം സമർപ്പിക്കപ്പെട്ടു എന്ന് വെച്ചാലോ, കാമന്റെ അസ്ത്രങ്ങളിൽ ഇവരുടെ ഹൃദയം, അവരുടെ ചിത്തം സമർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലോ, അവർ കാമന് അധീനരായി തീർന്നു, പരവശരായി തീർന്നു, കാമപീഡിതരായി തീർന്നു. അങ്ങനെയുള്ളവരായിട്ട് എല്ലാം മറന്ന് അപസ്മൃത നീവ്യ, അവരുടെ നീവി എന്ന് പറഞ്ഞാൽ അരയിൽ ചുറ്റിയിരിക്കുന്ന വസ്ത്രമാണ്, അതിനെ പോലും മറന്നവരായിട്ട്, അപസ്മൃതം വിസ്മൃതി പ്രാപിച്ചവരായിട്ട് എന്ന് പറഞ്ഞാല് അവരുടെ അരയിലെ വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ ചേഷ്ടകൾ കൊണ്ട് അഴിയുന്നുണ്ടാവും. അപ്പൊ വസ്ത്രങ്ങളൊക്കെ മറന്നവരായിട്ട്, വസ്ത്രങ്ങൾ അഴിയുന്നത് പോലും അറിയാതെ, സലജ്ജാഹ, എന്നാൽ അവർക്ക് അതിൽ ലജ്ജ തോന്നുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ലജ്ജയോടുകൂടിയവരായി കശ്മലം യയുഹു, വല്ലാത്തൊരു മോഹത്തെ പ്രാപിച്ചു. അവരുടെ ഹൃദയങ്ങൾ, അവരുടെ ബുദ്ധി എല്ലാം തന്നെ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥ അറിയാത്തവരായി. അങ്ങനെ ഭഗവാനിലേക്ക് അവര് മോഹിതരായി, അവരുടെ മനസ്സ് മുഴുവൻ ഭഗവാനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വേറൊരു ചിന്തയും ദേവസ്ത്രീകൾക്കും ഗന്ധർവ സ്ത്രീകൾക്ക് പോലും ഇല്ല. അപ്പൊ അവരെ പോലും ഭ്രമിപ്പിക്കുന്നതാണ് സാക്ഷാൽ മന്മഥനായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഈ വേണുഗാനം എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിക്കാൻ, ഗോപികമാരുടെ മനസ്സ് അതിൽ ആകർഷിക്കപ്പെട്ട് നല്ലോണം ഉറച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ തന്നെ ധ്യാനിക്കുകയാണ്. നമ്മളെയും കൂടെ കൂട്ടുകയാണ്, അവര് നമ്മളെ സഹായിക്കുകയാണ് ഈ ഗോപികമാര്. വാമബാഹുകൃത വാമകപോലോ വൽഗിതബ്രുരധരാർപ്പിത വേണും കോമളാങ്കുലിഭിരാശ്രിതമാർഗം ഗോപ്യ ഈരയതി യത്ര മുകുന്ദഃ വ്യോമയാനവനിതാസഹ സിദ്ധൈർ വിസ്മിതാസ്തദുപധാര്യ സലജ്ജാം കാമമാർഗണ സമർപ്പിത ചിത്താഃ കശ്മലം യയുരപസ്മൃത നിവ്യഃ. അടുത്ത 2 ശ്ലോകങ്ങൾ വായിക്കാം. ഹന്ത ചിത്രമബലാ ശൃണുദേദം ഹാരഹാസ ഉരസി സ്ഥിര വിദ്യുത് നന്ദസൂനുരയമാർത്രജലാനാം നർമ്മദോ യർഹി കൂചിതവേണുഃ വൃന്ദശോ വ്രജവൃഷാമൃഗഗാവോ വേണുവാദ്യഹൃതചേതസ ആരാത് ദന്തദഷ്ടകബളാദൃതകർണാ നിദ്രിതാലിഖിതചിത്രമിവാസൻ. ഹന്ത ചിത്രമബലാ ശൃണുതേദം ഹാരഹാസ ഉരസി സ്ഥിര വിദ്യുത് നന്ദസൂനുരയമാർത്തജനാനാം നർമ്മദോ യർഹി കൂചിതവേണുഃ വൃന്ദശോ വ്രജവൃഷാമൃഗഗാവോ വേണുവാദ്യഹൃതചേതസ ആരാത് ദന്തദഷ്ടകബളാദൃതകർണാ നിദ്രിതാലിഖിതചിത്രമിവാസൻ. അപ്പൊ അടുത്തൊരു ഗോപി അടുത്ത 2 ശ്ലോകങ്ങളെ കൊണ്ട് അവൾ കാണുന്ന രംഗത്തെ വർണ്ണിക്കുകയാണ്, അവളുടെ മനസ്സിൽ കാണുന്ന ചിത്രം. ഓരോ ചിത്രങ്ങളും ഈ ഭഗവാന്റെ ഈ ആദ്യം പറഞ്ഞ ആ ധ്യാനാത്മകമായിട്ടുള്ള രൂപത്തിന് കൂടുതൽ കൂടുതൽ വ്യക്തത നൽകുന്ന, അല്ലെ, മിഴിവേറുന്ന ഓരോ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ഓരോ ഗോപികളും അവരവർ കാണുന്ന ഡീറ്റെയിൽസിനെയാണ് ഇവിടെ അടുത്തടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ധ്യാനിക്കുമ്പോൾ
ഭഗവാന്റെ മനോഹരമായിട്ടുള്ള വർണ്ണനയായി എന്ന് പറയാം. ബേൽപ്പത്തൂരിൻ്റെ കേശാദിപാദ വർണ്ണന പോലെ ഇവിടെ ഗോപികമാരെല്ലാവരും കൂടി ചേർന്ന് ഭഗവാന്റെ ഒരു വേണുഗാന രംഗത്തെ, വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ചേഷ്ടകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവഹിക്കുകയാണ്. ഹന്തചിത്രമബലാ ശൃണുതേദം. ഒരു ഗോപി മറ്റു ഗോപികമാരെ സംബോധന ചെയ്യുന്നതാണ് അബലാഹ. ഹേ അബലകളെ, ഹേ സ്ത്രീകളെ. അല്ലെ, ഭഗവാനെ തന്നെ ചിന്തിച്ച് പരവശരായിരിക്കുന്നവരാണ് അവർ. ഇവിടെ അബല എന്ന് സൂചിപ്പിക്കാൻ കാരണം പകല് ലോകമര്യാദയനുസരിച്ച് ഗോപന്മാരുടെ കൂടെ പശുക്കളെ മേയ്ക്കാനായിട്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല, വനത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു അമർഷമുണ്ടാവാൻ ചിലപ്പോൾ. അതാണ് ഇവിടെ അബലകളെ എന്നുള്ള സംബോധനയിലൂടെ പ്രകടിപ്പിക്കുന്നു. നമ്മളൊക്കെ വീണ്ടും അല്ലെ പഴയ ആ വേണുഗാനത്തിലെ പോലെ തന്നെ അവരുടെ ആ ഒരു ഭാവം തിരിച്ചു വരികയാണ്. ഹേ അബലാഹ ഹന്ത. അബലാഹ ഹന്ത എന്നുള്ളത് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലയോ അബലകളെ, ഇതം ചിത്രം ശൃണുത. ശൃണുതേതം ചിത്രം എന്നാണ്. ഈ വിചിത്രമായിട്ടുള്ള കാര്യത്തെ നിങ്ങൾ കേൾക്കുവിൻ എന്നാണ് അർത്ഥം. ചിത്രം എന്ന് ഹന്തചിത്രം അബലാഹ. ശൃണുത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രവിക്കുവിൻ. യൂയം ശൃണുത. എന്താ ശ്രവിക്കേണ്ടത്? ഇതം ചിത്രം. ഇതം ചിത്രം എന്ന് പറഞ്ഞാൽ ഈ വിചിത്രമായ കാര്യത്തെ എന്നർത്ഥം. ഈ വിചിത്രമായ സംഗതിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുവിൻ, ഇതൊരു അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞ് ശ്രദ്ധയെ ക്ഷണിക്കുന്നതാണ് ഈ ചിത്രം എന്ന് പറയുന്നത്. ചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതം, വിചിത്രം. അപ്പൊ ഏതും വിചിത്രമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരും. സാധാരണ സംഭവങ്ങളാണെങ്കിൽ നമുക്ക് അതിൽ ശ്രദ്ധയുണ്ടാവില്ല. എപ്പോഴും എല്ലായിടത്തും കാണപ്പെടുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അവഗണനയാണ്. അപ്പോൾ ആ അവഗണന മാറ്റാൻ വേണ്ടിയിട്ടാണ് ചിത്രം എന്ന് പറഞ്ഞ് ശബ്ദിക്കുന്നത്. വരൂ, കേൾക്കൂ, എനിക്കൊരു കാര്യം അത്ഭുതമായിട്ട് പറയാനുണ്ട് എന്ന് അബലകളെ വിളിച്ച് പറയണം. ഹന്ത അബലാഹ ഇതം ചിത്രം ശൃണുത. എന്താണ്? ഹാരഹാസഃ ഉരസി സ്ഥിരവിദ്യുത് ആത്തജനാനാം നർമ്മദഃ അയം നന്ദസൂനുഃ യർഹി കൂജിത വേണുഃ. എപ്പോഴാണോ ഈ വേണുഗാനം ആരംഭിച്ചത്, ഈ നന്ദസൂനു എന്ന് പറഞ്ഞ് ഈ ശ്ലോകത്തിൽ പാതിയാക്കിയിട്ട് അടുത്ത ശ്ലോകത്തിലാണത് ആശയം മുഴുമിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തുകൊണ്ട് എന്ന് പറയണം ഇവിടെ എന്ന് വെച്ചാൽ ഭഗവാന്റെ കൂടുതൽ മിഴിവുള്ള ചിത്രം നമുക്ക് തരികയാണ്. ഹാരഹാസ. ഭഗവാൻ ഈ വേണുഗാനം ചെയ്യുമ്പോൾ ഭഗവാന്റെ ഹാസം ഹാരങ്ങളിൽ പ്രതിഫലിക്കുന്നു. ഹാരം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ ചാർത്തിയിട്ടുള്ളതായിട്ടുള്ള മുത്തുമാലകളൊക്കെ, രത്നമാലകൾ, സ്വർണമാല, മുത്തുമാല, ഇതിനൊക്കെയാണ് ഹാരങ്ങൾ എന്ന് പറയുക. അപ്പൊ ഭഗവാൻ കഴുത്തിൽ നല്ല മനോഹരങ്ങളായിട്ടുള്ള ഹാരങ്ങൾ ചാർത്തിയിട്ടുണ്ട് പുറത്ത്. അതിൽ ഭഗവാന്റെ മന്ദഹാസം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അതിന് ഭഗവാനെ വിശേഷിപ്പിച്ചതാണ് ഹാരഹാസ. ഹാരങ്ങളിൽ ഹാസത്തോടു കൂടിയവൻ, ഹാരങ്ങളിൽ പ്രതിഫലിക്കുന്ന ഹാസത്തോടു കൂടിയവൻ എന്നർത്ഥം. അപ്പൊ എങ്ങനെയാ ഹാരങ്ങളിൽ ഇത് ഹാസം പ്രതിഫലിക്കുക? ഭഗവാൻ തലയൊന്ന് അല്പം താഴ്ത്തി പിടിക്കുമ്പോഴാണ്. അപ്പോൾ ഭഗവാന്റെ ആ ത്രിഭംഗി ലളിതാകൃതിയെ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഭഗവാൻ ഇടതുവശത്തോട്ട് മാത്രമല്ല തല ചായ്ച്ചിരിക്കുന്നത്, അല്പം താഴോട്ടും കൂടിയാണ്. അപ്പോൾ ധ്യാനത്തിന് നല്ലോണം ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മുഖം അല്പം മുന്നോട്ട് താഴ്ത്തി. അപ്പോൾ ആ ചുണ്ടുകളുടെ പ്രതിഫലനം ചന്ദ്രകിരണങ്ങൾ പോലെ ഈ ഹാരത്തിലും പ്രതിഫലിക്കുന്നു. അങ്ങനെ ഹാരത്തിൽ ഹാസം പ്രകാശിക്കുന്നവൻ ഹാരഹാസ. ആ ഹാരഹാസ ഉരസി സ്ഥിരവിദ്യുത്. ഇവിടെ ഭഗവാന്റെ ഉരസി എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ, വിദ്യുത്ത് എന്ന് പറഞ്ഞാൽ മിന്നലാണ്. ആ മിന്നൽ കൊടി സ്ഥിരം. വിദ്യുത്തിന്റെ സ്വഭാവം എന്താണ്? അസ്ഥിരതയാണ്, ചഞ്ചലതയാണ് മിന്നലിന്റെ സ്വഭാവം, അല്ലെ? ക്ഷണപ്രഭാ ചഞ്ചലം എന്നാ പറയുക. ആ ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ മിന്നലാണ്, മിന്നൽ പോലെ ചഞ്ചലമാണ് എന്ന് പറയാനാണ്. അപ്പൊ മിന്നലിന്റെ സ്വഭാവം ചഞ്ചലമാണ്. പക്ഷെ ഇവിടെ ഭഗവാന്റെ മാറില് വിദ്യുത്ത് സ്ഥിരമായിട്ടിരിക്കുന്നു.
മിന്നല് ഇളകാതിരിക്കുന്നു, അനങ്ങാതിരിക്കുന്നു, ചലിക്കാതെ മായാതെ നിൽക്കുന്നു. അപ്പൊ ഇവിടെ ഗോപികമാര് ഭഗവാന്റെ മാറില് എന്താ പറയുക, ഈ മാലകളെ വിദ്യുത്തായിട്ട് ഉപമിച്ചിരിക്കുന്നുവോ, അതല്ലെങ്കിൽ സാക്ഷാൽ ലക്ഷ്മീദേവി തന്നെയാണോ ഇവിടുത്തെ വിദ്യുത്ത്? നമുക്ക് ധ്യാനിക്കാൻ ലക്ഷ്മീദേവി തന്നെ ആയിക്കോട്ടെ. ലക്ഷ്മീദേവി മറ്റുള്ളവരുടെയൊക്കെ ചഞ്ചലയാണ് വിദ്യുത്തിനെ പോലെ തന്നെ. അതുകൊണ്ട് വിദ്യുത്തിനോട് ഉപമിക്കുന്നത് ലക്ഷ്മീദേവി എവിടെ. ഭഗവാന്റെ മാറിലോ അചഞ്ചലയായി, അല്ലേ, ഒരിക്കലും ഭഗവാനെ പിരിയാൻ ഇഷ്ടപ്പെടാതെ ഭഗവാനുമായി എന്നും ചേർന്നിരിക്കുന്നവളാണ് ദേവി. ഭഗവാനെ പിരിയാൻ ആഗ്രഹിക്കാത്തവളാണ്. അപ്പൊ ഭഗവാന്റെ മാറിൽ സ്ഥിര വിദ്യുത്താണ്, എന്ന് വെച്ചാൽ സ്ഥിരമായിരിക്കുന്ന ലക്ഷ്മി ദേവിയോട് കൂടിയവൻ. മാറിൽ സ്ഥിരമായ ലക്ഷ്മി ദേവിയോട് കൂടിയവൻ. ഭഗവാന്റെ മാറില് ഈ മിന്നൽ പോലെ മാലകളും ശോഭിക്കുന്നു. ഇന്ന് രണ്ടർത്ഥവും എടുക്കാം. ഇവിടെ ഗോപികമാര് ലക്ഷ്മി ദേവിയെ അവിടെ ദർശിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ കാണാം. എന്തുകൊണ്ടെച്ചാൽ ഗോപികമാർക്ക് മനസ്സിലായിട്ടുണ്ട് ആളാരാണെന്ന്, അല്ലേ. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് വിഗണസാർത്തിതോ വിശ്വഗുപ്തയേ സഗൗദേയിവാൻ സാത്വതാൻ കുലേ എന്ന് മുമ്പേ പാടിയവരാണ്. അങ്ങ് വെറും ഗോപികാനന്ദനൊന്നുമല്ല, അല്ലേ. നകലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്ക്. അങ്ങ് സകല ദേഹികളുടെയും അന്തരാത്മാവും സാക്ഷിയുമായിട്ടുള്ള ആ പുരുഷനാണ്. വിരാട് പുരുഷൻ നാരായണൻ തന്നെയാണ്. വിഗണസാ അർത്ഥിത, ബ്രഹ്മദേവനാൽ അർത്ഥിക്കപ്പെട്ട് വിശ്വഗുപ്തയെ ഉദയിവാൻ. അങ്ങ് വിശ്വഗുപ്തിക്ക് ലോക രക്ഷയ്ക്കായിക്കൊണ്ട് സാത്വതാംകുലയെ ഉദയിവാൻ ഈ യദുവംശത്തിൽ വന്ന് ജാതനായവനാണ്, ഉദിച്ചവനാണ് എന്ന് പാടിയിട്ടുണ്ട്. ഭഗവാന്റെ മഹാത്മ്യത്തെ അറിയുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ലക്ഷ്മിയെ ഹൃദയത്തിൽ സ്ഥിരമായി ഇരിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തില് ഉരസി സ്ഥിര വിദ്യുത് എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ ഹാരഹാസ ഉരസി സ്ഥിത വിദ്യുത്. പിന്നെയോ ആർത്തജനാനാം നർമ്മദ, ഭഗവാനെ കുറിച്ച് പറയും. നർമ്മദോ ആർത്തജനാന, ആർത്തന്മാരായ ജനങ്ങൾ, ദുഃഖിതന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഭഗവാൻ നർമ്മദൻ ആണ്. നർമ്മദ പുല്ലിംഗ ശബ്ദമാണ്. നർമ്മദ എന്നുള്ളത് നദീദേവി, നദിയുടെ പേരാണ്. ഇവിടെ നർമ്മദ, നർമ്മം ദദാതീതി നർമ്മദ. നർമ്മം എന്ന് പറഞ്ഞാൽ ആനന്ദം, സന്തോഷം, വിനോദം, എന്റർടൈൻമെന്റ്, അതാണ് നർമ്മം. അപ്പോ ദുഃഖിച്ചിരിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അതാണ് ആർത്തജനാനാം നർമ്മദ. ആർത്തജനങ്ങൾക്ക് നർമ്മത്തെ അഥവാ വിനോദത്തെ, സന്തോഷത്തെ നൽകുന്നവനായിട്ടുള്ള അയം നന്ദസൂനുഹു, ഈ നന്ദകുമാരൻ, ഈ ശ്രീകൃഷ്ണൻ, യർഹി കൂജിത വേണുഹു. യർഹി എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ എന്നുള്ളൊരു ചോദ്യ രൂപത്തിലാണ്. അപ്പൊ തർഹി എന്ന് അതിന് ഉടനെ മറുപടി പറഞ്ഞാലേ, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറഞ്ഞാലേ ആ വാചകം പൂർണ്ണമാകുന്നുള്ളൂ. യർഹി തർഹി രണ്ടും ഒന്നിച്ച് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. തർഹി പറഞ്ഞില്ലെങ്കിൽ പോലും അവിടുത്തെ വാചകത്തിൽ അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അപ്പൊ യർഹി എപ്പോഴാണോ കൂജിത വേണുവായത്, ആ വേണുവിനെ കൂജനം ചെയ്യുന്നത്, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. പശുക്കളും മറ്റ് കാളകളും പശുക്കുട്ടികളും ഒക്കെ ഏതൊരവസ്ഥയെ പ്രാപിക്കുന്നു എന്നാണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത്. വൃന്ദശോ വ്രജവൃഷാ മൃഗഗാവോ വേണുവാദ്യഹൃദചേതസ ആരാ ദന്തദഷ്ടകബളാധൃതകർണാ നിദ്രിത ലിഖിത ചിത്രമിവാസൻ. വ്രജവൃഷ, അതുപോലെ മൃഗഗാവഹ, എല്ലാം തന്നെ വൃന്ദസഹ ആരാത് വേണുവാദ്യ ഹൃതചേതസഹ ദന്തദഷ്ടകബളാഹ ധൃതകർണാഹ
നിദ്രിതാഹ ലിഖിതചിത്രം ഇവ ആസൻ. ഹന്ത ഹന്ത ആശ്ചര്യം. അപ്പൊ ലിഖിതചിത്രം ഇവ ആസൻ. ലിഖിതചിത്രം എന്ന് പറഞ്ഞാൽ ലേഖനം ചെയ്യപ്പെട്ട ചിത്രം പോലെ, ഒരു ചിത്രത്തിൽ എഴുതിയതുപോലെ, അല്ലെ, ഒരു ഛായാചിത്രം പോലെ ആസൻ ഭവിച്ചു എന്നാണ്. ആരൊക്കെ? ഈ മുമ്പേ പറഞ്ഞതായിട്ടുള്ള വ്രജവൃഷാഹ മൃഗഗാവഹ. വ്രജവൃഷ എന്ന് പറഞ്ഞാൽ വ്രജത്തിലെ വൃഷങ്ങൾ, ഗോകുലത്തിലെ കാളകൾ. അപ്പോൾ വലിയ കാളകൾ പോലും, കാളകൾ പൗരുഷത്തിന്റെ പ്രതീകങ്ങളാണ്. ആ പൗരുഷമുള്ള കാളകളും അതുപോലെ മൃഗഗാവഹ, മൃഗങ്ങൾ എന്നാൽ വനത്തിലുള്ള മാനുകള്, ഗാവഹ എന്ന് പറയുമ്പോൾ പശുക്കള്. അപ്പൊ കാളകളും പശുക്കളും മാനുകളും അടക്കം വൃന്ദശഃ, അവരെല്ലാം വൃന്ദങ്ങളായിട്ട്, വൃന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് മേയുകയായിരുന്നു. ആ മേയുന്ന സമയത്ത് ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ ആരാത് വേണുവാദ്യ ഹൃദചേതസഃ. ആരാത് എന്ന് പറഞ്ഞാൽ വിദൂരേ എന്നാണ്. അപ്പൊ ദൂരത്തു നിന്ന് തന്നെ വേണുവാദ്യ ഹൃദചേതസഃ, ഭഗവാന്റെ വേണുവാദ്യം കൊണ്ട് ഹരിക്കപ്പെട്ട ചേതസ്സോട് കൂടിയവരായിട്ട് അവരുടെ ഹൃദയം ഹരിക്കപ്പെട്ടു, ആകർഷിക്കപ്പെട്ടു. അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തില് ഹൃദയം ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ അതെല്ലാം മറന്നു. അവര് പുല്ല് മേയുകയായിരുന്നു. ആ മേയുന്ന കാര്യത്തിൽ നിന്ന് അവരുടെ മനസ്സും ഹൃദയവും എല്ലാം പറിച്ചെടുക്കപ്പെട്ടു. എവിടേക്ക്? ഭഗവാന്റെ വേണുഗാനത്തിലേക്ക്. അത്രയും അത്ഭുതമായിരുന്നു ഭഗവാന്റെ വേണുഗാനം. അതാണ് ചിത്രം എന്ന് ഈ ഗോപി ആരംഭത്തിലേ പറഞ്ഞു. ഈ വിചിത്രം ഒന്ന് കാണൂ, കേൾക്കൂ. അപ്പോ വേണുവാദ്യ ഹൃദചേതസഃ, വേണുവാദ്യത്താൽ ഹരിക്കപ്പെട്ട ഹൃദയത്തോട് ചേതസ്സോട് കൂടിയവരായിട്ട് ഈ പറഞ്ഞ കാളകളും പശുക്കളും മാനുകളുമെല്ലാം ദന്തദഷ്ടകപളാഹ. കപളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉരുളകൾ എന്നർത്ഥമാണ്. ചോറുരുളകളാണ് നമുക്ക് കപളം. പശുക്കളുടെ കപളം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണം അവര് കപളത്താക്കുന്നത് പുല്ലാണ്. അപ്പൊ പുല്ലുകള്, കപളങ്ങൾ ദന്തത്താൽ ദംശിക്കപ്പെട്ട് പല്ലുകൊണ്ട് കടിച്ചിട്ടുണ്ട്. കടിച്ചെടുത്ത കപളങ്ങളോട് കൂടിയവരായിട്ട്, കടിച്ചെടുത്ത പുല്ലോട് കൂടിയവരായിട്ട് എന്ന് വെച്ചാലോ അതിനെ ചവച്ചരയ്ക്കുന്നില്ല, വിഴുങ്ങുന്നില്ല. ലിഖിത ചിത്രമിവാസൻ എന്നാണല്ലോ പറയുന്നത്. ചിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പോലെ വായിൽ പുല്ലോടുകൂടി നിൽക്കുകയാണ് അവർ. സ്തബ്ധരായി, ഹൃദയം പോയവരായി നിൽക്കുകയാണ്. അവരുടെ ഹൃദയം അപഹരിക്കപ്പെട്ടു. അപ്പൊ ദന്തദഷ്ട കപളാഹ ധൃതകർണാഹ, അവരുടെ കർണങ്ങൾ നല്ലോണം ധരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാലോ ചെവി കൂർപ്പിച്ച് എവിടുന്നാണോ ഗാനം ഒഴുകി വരുന്നത് അവിടേക്ക് അവര് ചെവികളെ ധരിച്ചുകൊണ്ട് ചെവികളെ കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. റഡാറുകൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നർത്ഥം. എല്ലാ ജന്തുക്കൾക്കും അതിനുള്ളൊരു സൗകര്യമുണ്ട്, അല്ലെ? നമുക്ക് മാത്രം ചെവികൾ അനക്കാൻ പറ്റില്ല. മറ്റ് ജന്തുക്കൾ, ഇപ്പൊ നായയാണെങ്കിലും പശു ആണെങ്കിലും ഏത് ജന്തുക്കളാണെങ്കിലും ആനയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടുന്നാണ് ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദത്തെ ഗ്രഹിക്കാൻ വേണ്ടി അവരുടെ ചെവിയെ അതിനനുസരിച്ച് തിരിച്ചു പിടിക്കും. അപ്പൊ ഇവിടെ ഈ ഗാനം എവിടുന്ന് ഒഴുകി വരുന്നുവോ അവിടേക്ക് ധൃതകർണാഹ, ചെവികളെ അതിലേക്ക് ധരിച്ചവരായിട്ട് നിദ്രിതാഹ. നിദ്രിതാഹ എന്ന് പറഞ്ഞാല് കണ്ണടച്ചവരായിട്ട് എന്നർത്ഥം. ഉറങ്ങുന്നത് പോലെ കണ്ണുകൾ കൂമ്പുന്നുണ്ട് അവരുടെ ഈ ഗാനത്തിന്റെ മാധുര്യ ലയത്തിൽ. ആ ഗാനത്തിൽ അവരുടെ മനസ്സ് ലയിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണ് തുറന്നു പിടിക്കാൻ സാധിക്കുന്നില്ല. കണ്ണടച്ച് ആസ്വദിക്കുകയാണ് അവര്. അങ്ങനെ നിദ്രിതാഹ ലിഖിത ചിത്രമിവ ആസൻ. ലിഖിത ചിത്രമിവ ആസൻ, ലേഖനം ചെയ്യപ്പെട്ട ഒരു ചിത്രം പോലെ, ഒരു വർണ്ണചിത്രം പോലെ അവർ ഭവിച്ചു. അവരിങ്ങനെ നിശ്ചലരായി ശില്പങ്ങൾ പോലെ നിൽക്കുകയാണ്. ഹന്ത എന്ന് മറ്റേ ആദ്യത്തെ വേണുഗാനത്തിലും ഇതേപോലെ വർണ്ണിച്ചിരുന്നു. ഇപ്പതാ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വർണ്ണിച്ചു തരികയാണ്. അപ്പൊ നമുക്കും നമ്മുടെ മനസ്സിൽ സൂക്ഷ്മമായിട്ട് ഭഗവാന്റെ ഈ വേണുഗാനത്തിന്റെ രംഗം ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ധ്യാനിക്കാനാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ധ്യാനിക്കാം. ഒരു കുറവുമില്ല ഒന്നിനും. നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവിടേക്ക് വേണ്ട ശ്ലോകമുണ്ട്. അപ്പൊ ഇപ്പോ ജന്തുക്കളുടെ അവസ്ഥയാണ് ഈ വർണ്ണിച്ചത്. ഇനി വണ്ടുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുകയാണ്.
ബർഹിണസ്തപകധാതുപലാശൈഃ ബദ്ധമല്ല പരിബർഹ വിഡംബഃ കർഹിചിത് സബല ആളിസഗോപൈഃ ഗാസമാഹ്വയതി യത്ര മുകുന്ദഃ തർഹി ഭഗ്നഗതയഃ സരിതോ വൈ തൽപദാംബുജരജോ നിലനീതം സ്പൃഹയതീർവയമിവാ ബഹുപുണ്യാഃ പ്രേമവേപിതഭുജാസ്തിമിതാപഃ ബർഹിണസ്തപകധാതുപലാശൈഃ ബദ്ധമല്ലപരിബർഹ വിഡംബഃ കർഹിചിത് സബല ആളിസഗോപൈഃ ഗാസമാഹ്വയതി യത്ര മുകുന്ദഃ തർഹി ഭഗ്നഗതയ സരിതോ വൈ തൽപദാംബുജരജോ നിലനീതം സ്പൃഹയതീർവയമിവാ ബഹുപുണ്യാഃ പ്രേമവേപിതഭുജാസ്തിമിതാപഃ. ഇവിടെ ഈ ശ്ലോകത്തില് നദിയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ആ കാളിന്ദി നദി പോലും ഭഗവാന്റെ വേണുഗാനത്താൽ ആകൃഷ്ടമായി ഭ്രമിച്ചു നിൽക്കുകയാണ്. ഭഗവാനെ കൈകൊണ്ട് എത്തിപ്പിടിക്കാനായിക്കൊണ്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ. നദിയുടെ കൈകൾ എന്ന് പറഞ്ഞാൽ അതിലെ ഓളങ്ങളാണ്, തിരകളാണ്. അപ്പോൾ തൻ്റെ തിരകളാകുന്ന കൈകളെ കൊണ്ട് ഭഗവാനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഒരു നിസ്സഹായ അവസ്ഥയിൽ ആകെ ഭ്രമിച്ച് എവിടേക്കാ പോണ്ട, മുന്നോട്ട് പോകണോ എന്ന് ആ നദി പോലും ശങ്കിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അത് ഭഗവാൻ എന്ത് ചെയ്യുമ്പോൾ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു. യത്ര എന്ന് പറയുന്നത്, യത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ, ഇവിടെ തർഹി എന്ന് അതിന് മറുപടിയായിട്ട് പറയുന്നത്. തർഹി എപ്പോഴാണോ ഭഗവാൻ ഇത് ചെയ്തത് അപ്പോൾ ഇന്ന മാതിരിയൊക്കെ സംഭവിച്ചു എന്ന്. അപ്പൊ ബർഹിണഃ സ്തബകധാതുപലാശൈഃ ബദ്ധമല്ല പരിബർഹ വിഡംബഃ മുകുന്ദഃ. ഇവിടെ ബർഹി എന്ന് പറഞ്ഞാൽ മയിലാണ്. ബർഹിണഃ എന്ന് പറഞ്ഞാൽ മയിലിന്റെ. എന്താണ് മയിലിന്റെ? സ്തബകം. സ്തബകം എന്ന് പറഞ്ഞാൽ പീലികളാണ്. പൂക്കളുടെ സ്തബകം എന്ന് പറഞ്ഞാൽ പൂങ്കൊത്തുകളാണ്, ബൊക്കേകളാണ്, പൂങ്കുലകളാണ്. ഇവിടെ മയിലിന്റെ സ്തബകം എന്ന് പറയുമ്പോൾ മയിലിന്റെ പീലികളും അതുപോലെ ധാതു പലാശങ്ങൾ. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ മനയോല മുതലായിട്ടുള്ള ധാതുക്കള്, പലാശം എന്ന് പറഞ്ഞാൽ തളിരുകള്, വൃക്ഷങ്ങളിലെ തളിരുകള്. ഇതൊക്കെ കൊണ്ടും, അല്ലെങ്കിൽ ബർഹിണഃ സ്തബക എന്നുള്ള ശബ്ദങ്ങളെ കൊണ്ട് മയിൽ പീലി കൊണ്ടും, സ്തബകങ്ങൾ എന്നാൽ പൂങ്കുലകൾ കൊണ്ടും, ധാതുക്കളെ കൊണ്ടും, പലാശങ്ങളെ കൊണ്ടും, ബദ്ധമല്ല പരിബർഹ വിഡംബഃ. വിഡംബം എന്ന് പറഞ്ഞാൽ വേഷം. അപ്പൊ ഭഗവാൻ ഒരു വേഷം കെട്ടിയിട്ടുണ്ട്. എങ്ങനെയുള്ള വേഷം? ബദ്ധമല്ല പരിബർഹ വിഡംബഃ. മല്ലൻ എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു മല്ലനെ പോലെ. പരിബർഹം എന്ന് പറഞ്ഞാല് കച്ച കെട്ടി, വേഷം കെട്ടി ഒക്കെ ഒരുങ്ങിയിരിക്കുന്ന ആ ഭാവം. അപ്പൊ അത് ബന്ധിച്ചവൻ, മല്ലന്റെ പരിബർഹത്തെ ബന്ധിച്ചവനെ പോലെ വിഡംബത്തോടുകൂടി, നാട്യത്തോടുകൂടി, വേഷത്തോടുകൂടി എന്നൊക്കെ അർത്ഥമാണ്. ഭഗവാന്റെ ആ വനത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള വേഷത്തില് അരയും തലയും ഒക്കെ മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഇനി മല്ലന്മാര് ചില വേഷങ്ങളൊക്കെ കെട്ടും. എന്തിനാണ് അത്? ഒന്ന്, ചില വേഷങ്ങളൊക്കെ കെട്ടുന്നത് തൻ്റെ എതിരാളിയെ ഭ്രമിപ്പിക്കാനായിക്കൊണ്ട്, ഇത്തിരി ഭയപ്പെടുത്താനായിക്കൊണ്ട്, അതുപോലെ ഈ മല്ല യുദ്ധം കാണുന്നവർക്ക് കൗതുകമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഇവരുടെ വേഷങ്ങളിലൊക്കെ പല കളർഫുള്ളാക്കുന്നത്, പലതരത്തിലുള്ള ആഭരണങ്ങളോ അതൊക്കെ ധരിക്കുന്നതൊക്കെ. അപ്പൊ എന്തായാലും ഭഗവാനും ഈ മല്ലന്റെ പരിബർഹങ്ങളെ ബന്ധിച്ചിട്ടുണ്ട്, അഥവാ ധരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട്. എന്തൊക്കെ കൊണ്ട്? മയിൽപീലി കൊണ്ട്, സ്തബകങ്ങൾ കൊണ്ട്, ധാതുക്കളെ കൊണ്ട്, പലാശങ്ങളെ കൊണ്ട് പല രീതിയിൽ വേഷം, വിചിത്ര വേഷം ധരിച്ചിട്ടുണ്ട്. വിഡംബം നാട്യത്തോടു കൂടിയവനായിട്ട് ആ മുകുന്ദൻ മോക്ഷദാതാവായ ഭഗവാൻ സബലഹ ബലരാമനോടുകൂടി. അപ്പൊ ബലരാമനും ഇതുപോലെ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഗോപൈഹി ആ പശുക്കളോട് കൂടിയിട്ട്, ഗോപന്മാരോട് കൂടിയിട്ട്, ഗോപൈഹി ഗോപന്മാരോടുകൂടെ, ഗാഹ കർഹിച്ചിത് എത്ര സമാഹ്വയതി. ഗാഹ പശുക്കളെ,
കർഹിച്ചിത് ചിലപ്പോഴൊക്കെ എപ്പോഴാണോ സമാഹ്വയതി ആഹ്വാനം ചെയ്യുന്നത്, പശുക്കളുടെ പേര് വിളിക്കും. അതെങ്ങനെ? വായു കൊണ്ട് തുറന്ന് വിളിക്കുകയല്ല, ഓടക്കുഴലിലൂടെ തന്നെ വിളിക്കും. പശുക്കളെ ദൂരേക്ക് പോകുന്നു എന്ന് തോന്നിയാൽ, ഏതെങ്കിലും പശുക്കൾ എവിടെയെങ്കിലും ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പശുക്കളുടെ ശ്രദ്ധയെ ആകർഷിക്കാനായിക്കൊണ്ട് ഭഗവാൻ പശുക്കളുടെ പേരിനെ ഓടക്കുഴലിലൂടെയും വിളിക്കും. അങ്ങനെ എപ്പോഴാണോ ഭഗവാൻ പശുക്കളുടെ പേരും മറ്റുമൊക്കെ ഓടക്കുഴലിലൂടെ വിളിക്കുന്നത്. ഇവിടെ ആളി എന്നുള്ളത് ഒരു സംബോധനയാണ്. ആളി എന്ന് പറഞ്ഞാൽ തോഴി എന്നർത്ഥമാണ്. ഹേ കൂട്ടുകാരി, ഹേ സഖി എന്ന് ഒരു ഗോപിക മറ്റൊരു ഗോപികയെ അടുത്ത് നിൽക്കുന്ന ഒരു സഖിയെ വിളിക്കണം. ഹേ ആളി കേൾക്കൂ, അല്ലയോ തോഴി കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോപിയോട് പറയണം. എപ്പോഴാണോ ഭഗവാൻ തന്റെ ഓടക്കുഴലിലൂടെ ആ പശുക്കളെ മറ്റുമൊക്കെ പേര് വിളിക്കുന്നത്, തർഹി അപ്പോൾ, അത് കേൾക്കുമ്പോൾ, ഭഗ്നഗതയ സരിത, സരിത എന്ന് പറഞ്ഞാൽ നദികൾ. ഇവിടെ കാളിന്തി അതിന്റെ കൈവഴികൾ എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പൊ കാളിന്തി നദി, ഭഗ്നഗതയ അതിന്റെ ഗതി ഭഗ്നമായിട്ട്, ഗതി എന്ന് പറഞ്ഞാൽ സഞ്ചാരം, വേഗം, മുന്നോട്ട് പോകുന്ന ഗതിക്ക് തടസ്സമുണ്ടായിട്ട് അത് പിന്തിരിയുന്നത് പോലെ അവിടെ ശങ്കിച്ചു നിൽക്കുകയാണ്, അതിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതുപോലെ. അങ്ങനെ ഭഗ്നഗതയ ഭഗ്നമായ വേഗത്തോടെ ഗതിയോട് കൂടിയതായിട്ടുള്ള സരിത്തുക്കൾ, ആ നദികൾ, അനിലനീതം തൽപദാംബുജ രജഃ സ്പൃഹയതീഹി, അനിലനീതം വായുവിനാൽ നയിക്കപ്പെടുന്നതായിട്ടുള്ള തൽപദാംബുജ രജഃ, തൽപദാംബുജം ഭഗവാന്റെ പദകമലം, അതിൽ നിന്നുള്ള രജസ് ധൂളികൾ. അപ്പൊ ഭഗവാന്റെ പാദരേണുക്കൾ കാറ്റിനാൽ നയിക്കപ്പെട്ട് ഇങ്ങനെ അന്തരീക്ഷത്തില് പൊങ്ങിപ്പറക്കുന്നുണ്ടാവും. സൂക്ഷ്മമാണതെല്ലാം. അതൊക്കെ അത്രയും സൂക്ഷ്മമായിട്ട് കാണണമെങ്കിൽ നമ്മൾ ധ്യാനത്തിൽ എത്ര സൂക്ഷ്മത ഉണ്ടാവണം. അപ്പൊ ഗോപികമാരുടെ ആ ഒരു അവസ്ഥ നോക്കൂ, അവർ എത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് എന്ന്. ആ ഒരു നിരീക്ഷണ പാടവം നമുക്കും ഉണ്ടാവണം. അപ്പൊ ഇവരുടെ ഭഗവാന്റെ പാദങ്ങളിലെ രേണുക്കൾ, പാദകമലത്തിൽ നിന്നുള്ള ധൂളികൾ വായുവിനാൽ നയിക്കപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണു? ഈ നദികള് സ്പൃഹയതീഹി അതിനെ കൊതിക്കുന്നു. ഈ ഭഗവാന്റെ പാദരേണുക്കൾ ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് കൊതിക്കുകയാണ്. അങ്ങനെ സ്പൃഹയതി. പക്ഷേ അവര് പ്രേമവേപിത ഭുജാഹ, അവരുടെ പ്രേമത്തോടുകൂടി ഭുജങ്ങളെ വേപനം ചെയ്യുന്നുണ്ട്, വേപിതമാക്കുന്നുണ്ട്. വേപിതം എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുക, കൈ നീട്ടും പോലെ ഭുജങ്ങളെ അവർ വേപനം ചെയ്യുന്നുണ്ട്. പ്രേമത്തോടുകൂടി ഭഗവാന്റെ പാദധൂളികളെ പിടിക്കാനായിക്കൊണ്ട് തിരകളാകുന്ന കൈകൾ കൊണ്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറയുന്നു, അബഹുപുണ്യാഹ വയം ഇവ, വയം ഇവ അബഹുപുണ്യാഹ, നമ്മളെ പോലെ അധികം പുണ്യമില്ലാത്തവളായിട്ട്. നമുക്കും പുണ്യം കുറവാണല്ലോ അല്ലേ, വയം ഇവ എന്ന് പറയുന്നത്. നമുക്കും ഭഗവാന്റെ ഈ ലീലകൾ നേരിൽ കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യമില്ലാത്ത പുണ്യമില്ലാത്തവരാണ് എന്ന് സ്വയം പറയാണ്. അപ്പൊ അതുപോലെ ഇവർക്കും ഈ നദിക്കും അധികം പുണ്യമില്ലാത്തതുകൊണ്ട് അത് ലഭിക്കുന്നില്ല. അതാണ് അബഹുപുണ്യാഹ വയമിവ വൈ പ്രേമവേപിത ഭുജാഹ, പ്രേമം കൊണ്ട് നീട്ടുന്ന കൈകളോടുകൂടിയവരായിട്ട് സ്ഥിമിതാപഹ ഭവന്തി. ആപഹ ജലം, ജലം സ്ഥിമിതം എന്ന് പറഞ്ഞാലോ ചലിക്കാത്തതായിട്ട്, നിശ്ചലമായിട്ട്, മുന്നോട്ട് പോകാൻ മടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ ഗതി തടസ്സപ്പെട്ടതായിട്ടുള്ള ജലമായിട്ട് നദീപ്രവാഹം അവിടെ അല്പനേരം സ്തംഭിച്ചു നിൽക്കുന്നത് പോലെ ഭവിക്കുന്നു. അപ്പൊ കാളിന്തി നദിയിലെ ജലം പോലും മുന്നോട്ടൊഴുകാൻ മടിച്ചുകൊണ്ട് ഭഗവാന്റെ പാദധൂളികളുടെ സ്പർശത്തിനായി കൊതിച്ചുകൊണ്ട് കൈനീട്ടിക്കൊണ്ട് തിരകളാകുന്ന കൈകളെ കൊണ്ട് അതിനെ പിടിക്കാൻ ആഞ്ഞുകൊണ്ട്, പക്ഷെ ലഭിക്കാത്ത ആ ഒരു വിഷമത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള മടിയോടുകൂടി അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ നദികളുടെ ജഡമായിരിക്കുന്ന നദി പോലും ഭഗവാന്റെ വേണുഗാനത്തിലും ഭഗവാന്റെ ആ ഒരു സാമീപ്യത്തിലും എന്താ പറയുക, മോഹം പ്രാപിച്ചു നിൽക്കുന്ന അവസ്ഥ. ബർഹിണസ്തപകധാതുപലാശൈ ബദ്ധമല്ല പരിബർഹ വിഡംബഃ കർഹിചിത് സബല ആളിസഗോപൈ ഗാസമാഹ്വയതി യത്ര മുകുന്ദഃ തർഹി ഭഗ്നഗതയഃ സരിതോ വൈ
തൽപദാംബുജരജോ നിലനീതം സ്പൃഹയതീർവയമിവാ ബഹുപുണ്യാഃ പ്രേമവേപിതഭുജാസ്തിമിതാപഃ. നമുക്ക് ബാക്കി നാളെ രാവിലെ നോക്കാം. നാളെ രാവിലെ 11 മണിക്ക് ശേഷം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഭഗവാന്റെ ഈ ഭാവങ്ങളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കിടക്കുക. ഭഗവാൻ അടുത്തുള്ളതായി കൂടെയുള്ളതായി ഒക്കെ അനുഭവം ഉണ്ടാകും. ഹരി ഓം. നാരായണ. നാളെ രാവിലെ കാണാം. ഹരി ഓം.